ഒരു മിനിറ്റ്. ആടാ, ഓക്കെ ഓക്കെ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ ഇപ്പം എന്താ ചെയ്യേണ്ടത്? സെർവർ റൺ ചെയ്യേണ്ടി വരികയായിരിക്കും അല്ലേ? ലോഗിൻ HTML ഇതൊക്കെ എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ഇവിടെ നിർത്തിയ? HTML, ലോഗിൻ HTML, വ്യൂ കംപ്ലൈൻസ് HTML ഉണ്ടാക്കി വെച്ചു. പിന്നെ വ്യൂസ് ഡോട്ട് പി വൈയിൽ വന്നിട്ട് നമ്മൾ ഇതെന്താ സംഭവം, വ്യൂ ഇത് നമ്മൾ ചെയ്തോ? ഈ ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ? കസ്റ്റമർ ഇത് നമ്മൾ കമന്റ് ചെയ്ത് വെച്ചതാ. ഓക്കെ, മറ്റേ ക്ലിക്ക് ചെയ്താൽ പോകുന്ന അങ്ങോട്ടേക്ക് നമുക്ക് വേറെ കോഡ് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ ഇപ്പോൾ വ്യൂവിനകത്ത് ഈ സാധനം കമന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അല്ല URL അതൊന്ന് കമന്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പ്രൊജക്റ്റിന്റെ അവസ്ഥ? പ്രോജക്റ്റ് ഫോൾഡറിൽ URLസിൽ കംപ്ലൈൻസ് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഹോം വിളിച്ചാൽ ഹോമിലേക്ക് പോകും. ഹോമിനകത്ത് URLs വന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം ഹോം ഉണ്ട്, പിന്നെ ലോഗിൻ ഉണ്ട്, ലോഗൗട്ട് ഉണ്ട്. ഫസ്റ്റ് ഹോമിലേക്കാണ് പോണത്. വ്യൂസ് ഡോട്ട് ഹോം. എന്താ ഈ ഹോമിനകത്തുള്ള? ഹോമിനകത്ത് ഹോം ഡോട്ട് HTML റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിനകത്ത് ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു മറ്റേ ഡെക്കറേറ്റേഴ്സ്. ഓക്കെ, ഫൈൻ. ഹോമിനകത്ത് ഹോം ഡോട്ട് HTML ആണുള്ളത്. അവിടെ എന്താ ഉള്ളത്? ഹോം ഡോട്ട് HTML. ദിസ് ഇസ് ഹോം മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ 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 കംപ്ലൈൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിയുമ്പോൾ വ്യൂസ് ഉണ്ട്, വ്യൂസിനകത്ത് വ്യൂ കംപ്ലൈൻസ്. ഓക്കെ, ഇനി കംപ്ലൈന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ പഠിക്കണം. എനിക്കറിയാം നിങ്ങൾ നസ്ന പറഞ്ഞു കൊടുത്തതും നിങ്ങൾ പഠിച്ചതും മറ്റേ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള വ്യൂസ് ആണ്. അതിനകത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിളാണ്. നിങ്ങൾക്ക് വെറുതെ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ മറ്റേ ഫ്രം ജാങ്കോ ഡോട്ട് വ്യൂസ് ഡോട്ട് ജനറിക് ഇമ്പോർട്ട് അപ്ഡേറ്റ് വ്യൂ, ക്രിയേറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഏതൊക്കെയാ ടെംപ്ലേറ്റ്സ് എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അത് സെറ്റായിട്ട് വന്നോളും. പിന്നെ URLസിലും ചെറിയ മാറ്റം ഉണ്ടാവും. അല്ല നസ്മ അല്ലേ പറഞ്ഞു കൊടുത്തവർക്ക്? ഓക്കെ, ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അതില് സംഭവം നിങ്ങൾ അത് ഇപ്പൊ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അത് ഇപ്പൊ ചെയ്യണ്ട. കാരണം നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, വർക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് അത് സംഭവിക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പം ഫംഗ്ഷൻ വെച്ചിട്ട്, കാരണം നമുക്ക് ക്ലാസ്സിനകത്തും ഫംഗ്ഷൻ എഴുതാം. നിങ്ങൾക്ക് അതിനകത്ത് ക്രിയേറ്റീവ് അപ്ഡേറ്റ് മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലോജിക്കൽ എഴുതാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് ക്ലാസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വരാം, ഭാവിയിൽ വരാം. നിങ്ങൾക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. നോർമലായിട്ട് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. വെറുതെ ഈ ഫോമിനകത്തുള്ള ഫുൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ഓക്കെ, ഫൈൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി പോകണം. നമ്മൾ മെത്തേഡ് വിളിക്കുക എന്നൊക്കെ പറയും, അതിലേക്ക് പോകണം. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിള്, മനസ്സിലാവാൻ സിമ്പിൾ. സിമ്പിൾ ആക്ച്വലി മറ്റേ തന്നെയാണ്. മനസ്സിലാവാൻ സിമ്പിൾ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് എഴുതുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷൻ ബേസ്ഡിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കംപ്ലൈന്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. സോ കംപ്ലൈന്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ വ്യൂ കംപ്ലൈൻസ് ആണ്. ഞാൻ പുതിയൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് ആഡ്, ഞാൻ ആഡ് കംപ്ലൈന്റ് നല്ല കൊടുക്കുന്നത്. ആഡ് ആൻഡ് അപ്ഡേറ്റ് കംപ്ലൈന്റ് ഡോട്ട് HTML എന്ന് പറഞ്ഞിട്ട് ഒരു
പേജ് ഉണ്ടാക്കുന്നത്. അതെന്താന്ന് ഞാൻ പറയാം. നമ്മൾ ആഡിങ് കംപ്ലൈന്റും അപ്ഡേറ്റിംഗ് കംപ്ലൈന്റും നമ്മൾ ഒരു HTML-ന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം 2 പ്രാവശ്യം ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഫോം സെയിം അല്ലേ. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രീ ലോഡഡ് ആയിട്ട് ഡാറ്റ ഉണ്ടാവണം. ആഡ് ചെയ്യുമ്പോൾ എംപ്റ്റി ആയിട്ടുള്ള ഫോം ആയിരിക്കണം. അത് രണ്ടും മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നമ്മൾ അത് രണ്ടും ഒറ്റ HTML-ന്റെ അകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് ആഡ് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യൂ ഡിഫൈൻ ചെയ്യണം. ആഡ് കംപ്ലൈന്റ് അല്ലെ. അതൊരു റിക്വസ്റ്റ് എടുക്കുന്നു. ആ റിക്വസ്റ്റ് എന്താണ് ഒരു റിട്ടേൺ ചെയ്യുന്നു, ഒരു വാല്യൂ റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ ഏതാണ് ആഡ് അപ്ഡേറ്റ് കംപ്ലൈന്റ് ഡോട്ട് HTML. ഇത് കോപ്പി ചെയ്യുക, വരിക, ഇതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക .html. ഓക്കെ. ഇനി ഇതിനൊരു URL വേണം. സോ ഇവിടെ വന്ന് ഈ ആഡ് കംപ്ലൈന്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്നു നേരെ താഴെട്ടു പാത്ത് ആഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാത്താണ്, കോമ വ്യൂസ് ഡോട്ട് ആഡ് കംപ്ലൈന്റ് നെയിം ഈക്വൽ ടു വ്യൂ അല്ല ആഡ് അണ്ടർസ്കോർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ പേജ് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മളുടെ സെർവർ ഇപ്പോൾ റൺ ചെയ്യുന്നില്ല. ഓക്കെ ഫൈൻ. അതിന് മുന്നേ നമുക്ക് ഇവിടെ വ്യൂ കംപ്ലൈന്റിനകത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ, ആഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അപ്പൊ ആ ബട്ടൺ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. URLs വ്യൂസ് ഓക്കെ. നമുക്ക് ഫസ്റ്റ് കോഡ് റൺ ചെയ്യാം. സോറി, എന്താ പറയുക, സെർവർ റൺ ചെയ്യാം. സോ ഇതിപ്പോൾ എവിടെ നിൽക്കുന്നത്? പ്രോജക്റ്റിൽ നോവ പ്രോജക്റ്റിൽ പ്രോജിലാണ് നിൽക്കുന്നത്. നോവ പ്രോജക്റ്റിൽ പ്രോജിൽ ആദ്യം വെർച്വൽ എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യണം. സോ അത് ബാക്കിലാണുള്ളത്. സോ cd ഡോട്ട് ഡോട്ട് പേരെന്തായിരുന്നു? എൻവി സ്ക്രിപ്റ്റ്സ് ആക്ടിവേറ്റ് cd പ്രോജക്റ്റ്, പിന്നെ പൈത്തൺ manage.py റൺ സെർവർ. ഓക്കെ. യൂസർ നെയിം ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലോഗിൻ ആയിട്ടില്ല എന്നാണ് പറയണേ. സോ യൂസർ നെയിം എന്തായിരുന്നു നമ്മൾ കൊടുത്തേ? യൂസർ നെയിം എന്തായിരുന്നു? എന്താ admin star 123. ഓക്കെ. അയ്യോ, അടിപൊളി. ഇതൊക്കെ ഞാൻ ഇനി പിന്നെയും ചെയ്യണമല്ലോ. cd ഡോട്ട് ഡോട്ട് എൻവി സ്ക്രിപ്റ്റ്സ് ആക്ടിവേറ്റ് cd പ്രോജക്റ്റ് പൈത്തൺ manage.py റൺ സെർവർ. ഓക്കെ. admin star 123 അല്ലേ? ഓക്കെ. റിഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെയാണ്. ഓക്കെ. അഡ്മിനും ഉണ്ട്, admin star 123 ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ ബൂട്ട്സ്ട്രാപ്പ് ഒന്നും ലോഡ് ആയിട്ടില്ലല്ലോ. കൺട്രോൾ ഷിഫ്റ്റ് ആർ അടിച്ച് നോക്കാം. ഫോർബിഡൻ CRS വെരിഫിക്കേഷൻ ഫെയിൽഡോ? രാവിലെ തന്നെ എറർ ആണല്ലോ. ഓക്കെ, വർക്കായിട്ടുണ്ട്. അത് ബൂട്ട്സ്ട്രാപ്പ് ലോഡ് ആവാത്തതും കൊണ്ടാ. ഇപ്പൊ ലോഡ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ക്യാഷ് ചെയ്ത് റിഫ്രഷ് ചെയ്തു. സോ ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഹോം എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വ്യൂ കംപ്ലൈൻസിനകത്ത് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടില്ല. കണ്ടോ, ഇവിടെ നമ്മൾ ലോഗിൻ റിക്വയർഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്യാം. നമ്മൾ വിട്ടുപോയതാ കഴിഞ്ഞ ക്ലാസ്സിൽ. ഹോമിൽ വരുന്നു, view.py വരുന്നു, മുകളിൽ വന്നിട്ട് ഇവരങ്ങ് കോപ്പി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, ഇവിടെ അങ്ങ് ഇടുന്നു, എന്നിട്ട് ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഈ പേജിനും എന്തായി? ലോഗിൻ റിക്വയർഡ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ കാണാൻ പറ്റും എന്നുള്ള രീതിയിലായി. ആഡ് കംപ്ലൈന്റ് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ലോഗിൻ റിക്വയർഡ്. ഇതല്ല, ലോഗിൻ റിക്വയർഡ്. കോപ്പി പേസ്റ്റ്. അപ്പൊ ഈ ആഡ് കംപ്ലൈന്റ് എന്നുള്ള പേജ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. സോ ഞാൻ കംപ്ലൈൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ എനിക്ക് കംപ്ലൈന്റിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കണം. ആ ബട്ടണകത്ത് ഞാൻ ആഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം.
സോ ഞാൻ നേരെ എങ്ങോട്ട് വന്നു, വ്യൂ കംപ്ലൈന്റിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഓൾ കംപ്ലൈന്റ് ലിസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് എന്ത് വേണം, ഒരു ബട്ടൺ ആഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് എഴുതേണ്ടത് എന്താണ്, നമ്മളുടെ URL-നകത്തുള്ള കംപ്ലൈൻസ് URL കംപ്ലൈൻസ് കോളൻ എന്താ നെയിം, ആഡ് കംപ്ലൈന്റിന്റെ ആഡ് കംപ്ലൈന്റ് എന്നാണ് കൊടുക്കേണ്ടത്. എന്താ ഞാൻ ആഡ് അല്ലെങ്കിൽ ആഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്, ആഡ് കംപ്ലൈന്റ്. പക്ഷെ എനിക്ക് ഇവിടെ ആ ലിങ്ക് വേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് HTML-ലേക്ക്, അതിന് മുമ്പ് ഈ ലിങ്ക് വർക്ക് ചെയ്യണ്ടെന്ന് നോക്കാം. ആഡ് കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ആഡ് കംപ്ലൈന്റ്. ഓക്കെ, നോക്കാം എന്താ പ്രശ്നം. വ്യൂസ് ഓഫ് കംപ്ലൈന്റിലേക്ക് വന്നു, ഹോം നമുക്ക് വേണ്ട. ഇത് ആഡ് ആൻഡ് അപ്ഡേറ്റ് കംപ്ലൈന്റ്. ഓക്കെ, ഇത് പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊടുത്തിട്ടില്ല. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് കിടക്കണം. വർക്കായി. അപ്പം നമ്മളുടെ ഈ ആഡ് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ദിസ് ഇസ് ആഡ് കംപ്ലൈന്റ് പേജ്. ആ പേജ് തന്നെ ലോഡ് ആയിട്ടില്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് HTML പരിപാടീസ് ഉണ്ട്. ഇവനെ എടുത്തിട്ട് ഈ സൈഡിലേക്ക് ഇടണം, പിന്നെ താഴെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് ആക്കണം, ഈ മൂലക്കേക്ക് മാറ്റണം. ഇതാണ് നമ്മളെ പരിപാടി. സോ അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് ഇവിടെ H2 ഉണ്ട്, ഇവിടെ ഒരു href ഉണ്ട്. ഓക്കെ, അത് രണ്ടും ബ്ലോക്ക് കണ്ടന്റ് ആണ്, അതുകൊണ്ട് അങ്ങനെ വന്നത്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്തൊരു div പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഡിവിന്റെ ക്ലാസ് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ്സസ് ആണ്. dflex ഇട്ടു. പിന്നെ ജസ്റ്റിഫൈ സ്പെല്ലിംഗ് പറഞ്ഞോ, ജസ്റ്റിഫൈ. ഓക്കെ, കണ്ടന്റ് എൻഡ് വേണ്ട, ബിറ്റ്വീൻ. ജസ്റ്റിഫൈ കണ്ടന്റ് ഈവൻലി ബിറ്റ്വീൻ. ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ലോ, നോക്കാം നമുക്ക്. ബൂട്ട്സ്ട്രാപ്പ് ഫ്ലെക്സ്. അങ്ങനെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടേ, ഒരെണ്ണം ഈ അറ്റത്തും ഒരെണ്ണം ഈ അറ്റത്തും വേണം. അപ്പോൾ 1 2 3 നാലാമത്തെ പറയുമ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് ബിറ്റ്വീൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവനെ അങ്ങ് കോപ്പി ചെയ്യുന്നു, പിന്നെ ഇവിടെ അങ്ങോട്ട് മാറ്റി ഇവനെ അങ്ങ് വെക്കുന്നു, ബിറ്റ്വീൻ ആക്കുന്നു. ഇനി ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഒന്നും സംഭവിക്കില്ല, കാരണം നമ്മൾ ഇവിടെ ഡിവ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവരെ രണ്ടുപേരെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടുക, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം ഇവിടെയും വന്നു, ഒരെണ്ണം ഇവിടെയും വന്നു. ഇനി ഇവന്റെ സ്റ്റൈൽ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം, ഈ ബട്ടന്റെ സ്റ്റൈൽ സെറ്റ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് കൊടുക്കാം. href-ന്റെ അകത്ത് നിങ്ങൾക്ക് എന്താ പറയണേ, ക്ലാസ് BTN സക്സസ്ന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് മാറും. ഞാൻ പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല. ഞാൻ പകരം ഞാൻ അങ്ങ് മായ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ നോവ പ്രൈമറി ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവനെ അങ്ങ് കോപ്പി ചെയ്തിട്ട് നേരെ താഴെ വന്ന് നമ്മളെ സ്റ്റാറ്റിക്കിനകത്തുള്ള CSS കയറി ഇവിടെ വന്ന് .control-v CSS എഴുതാൻ പോവാണ്. ഓക്കെ, നമ്മൾ ആ കളർ എടുത്ത് വെച്ചിട്ടില്ല. ഇതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കളർ അല്ലേ. ഓക്കെ, ആക്റ്റീവ് കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ. സോ നോവ ആക്റ്റീവ് കളർ ആയിരിക്കും ബട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേരിയബിൾ നോവ ആക്റ്റീവ് കളർ. പിന്നെ ടെക്സ്റ്റ് ഡെക്കറേഷൻ, ഒരു അണ്ടർലൈൻ ഇല്ലേ അതിന്, അത് കളയാൻ വേണ്ടി ഞാൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുത്തു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കണേന്ന്. ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് അവിടെ വർക്ക് ആയിട്ടില്ല. Ctrl+Shift+R. ഓക്കെ, ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് വർക്ക് ആയിട്ടുണ്ട്, അണ്ടർലൈൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് കളർ വേണം. ടെക്സ്റ്റ് കളറിന് നമ്മൾ കളറിനെ പറയുള്ളൂ. കളറിന് നമുക്ക് വൈറ്റാണ് കൊടുക്കേണ്ടത്. വൈറ്റ് പ്രൈമറി കളർ ആണ്. സോ വേരിയബിൾ നോവ പ്രൈമറി കളർ FFF. റിഫ്രഷ് ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ എന്താ ഡിവ് നിൽക്കുന്നത്, ഇത് ഫ്ലെക്സിലല്ലേ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഫ്ലെക്സ് നിങ്ങൾ കണ്ടോ, ഈ ഒരു ക്ലാസ് കണ്ടോ, ഈ ഒരു ക്ലാസിന്റെ മുകളിൽ ഞാൻ മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഡിവ് നിൽക്കുക. അതായത് ഇപ്പൊ ഈ H1-ന്റെ ഹൈറ്റ് ആണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ H1 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മാർജിൻ കാണാൻ പറ്റും. സോ ഞാൻ ആ മാർജിൻ കളയാൻ, അപ്പൊ എല്ലാ H1-ഉം അതായത് HTML-ന് ഡിഫോൾട്ട് ആയിട്ട് ചില ടാഗ്സിന് ഇതേപോലെ CSS ഉണ്ടാവും, മാർജിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്.
സോ ഞാൻ H1-നും അല്ലെങ്കിൽ H2-നും അതുപോലെ H3-ക്കും H4-നും അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എല്ലാ ടാഗ്സിനും നമുക്ക് എന്ത് വേണ്ട, മാർജിൻ വേണ്ട. മാർജിൻ 0 ആണ്. എല്ലാ ടാഗ്സിനും പാഡിങ് 0 ആണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തു. അപ്പം അതവിടെ ലോഡ് ആയിക്കോളും. ഒന്നും സംഭവിച്ചില്ല, നോക്കാം. ഇപ്പോഴും അവിടെ പാഡിങ് മാർജിനും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് H1 H2 സ്പെസിഫിക്കലി കൊടുക്കാം. H1 H2 H3 H4 H5 പിന്നെ H6 ഇല്ലേ, H6. അവന്മാർക്കൊന്നും മാർജിനും പാഡിങ്ങും വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും അവിടെ ഇല്ല, ഇപ്പോഴും അവിടെ കാണുന്നുണ്ട്. ഇനി ബൂട്ട് സ്ട്രാപ്പ് ക്ലാസ് നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. H2 ഇല്ല, ബൂട്ട് സ്ട്രാപ്പ് ക്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ? ബിക്കോസ് ഒരു കാര്യം കൂടെ കൊടുക്കട്ടെ, ലൈൻ ഹൈറ്റ് ഇല്ല, അത് മാർജിൻ തന്നെയാണ്. മാർജിൻ ബോട്ടം 5 REM എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്, അതാണ് അവിടെ വരുന്നത്. ഇന്ന് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ മാർജിൻ അവിടെ പോയി, കണ്ടോ? സോ മാർജിൻ ബോട്ടം 0.5 REM എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യം ലോഡ് ആവുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു ഡാറ്റ ഇവിടെ ലോഡ് ആയിട്ടുണ്ടോ? H2 ഈ ഒരു ഡാറ്റ ഇവിടെ ലോഡ് ആയിട്ടില്ല, അതാണ് അടുത്ത പ്രശ്നം. ഓക്കെ, അതിന് റീസൺ ചിലപ്പോൾ സെർവർ രണ്ടാമത് നമ്മൾ ഇത് സേവ് ചെയ്തതിനു ശേഷം റീസ്റ്റാർട്ട് ആയിട്ടുണ്ടാവില്ല, അതായിരിക്കും. ഞാൻ ഇവിടെ വന്ന് വെറുതെ ഒരു കൺട്രോളേഴ്സ് അടിച്ചു, അപ്പോൾ സെർവർ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആയി. ഇനി ഞാൻ ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്തു. ഇനി നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ സ്പേസ് ഉണ്ട്, കൺട്രോൾ ഷിഫ്റ്റ് ആർ, അത് പോയിട്ടില്ല. ഇവിടെ ലോഡായോ? H2 മാർജിൻ 0 പാഡിങ് 0. പക്ഷെ മാർജിൻ 0 കൊടുത്തിട്ടും അവിടെ മാർജിൻ വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, മാർജിൻ 0 ഇട്ടതിന് ശേഷം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് അങ്ങ് കൊടുക്കാം, എക്സ്ക്ലമേഷൻ ഇമ്പോർട്ടൻ്റ്, കൺട്രോൾ ഷിഫ്റ്റ് ആർ. ഇപ്പോൾ ആ സാധനം പോയി, കണ്ടോ? അങ്ങനെയാണ് നമ്മളത് കളയുക. അപ്പോൾ ഓരോ ബൂട്ട് സ്ട്രാപ്പിന്റെ ഓരോ HTML-ന്റെ ടാഗിനും അതിന്റെ തോന്നിയ പോലെയുള്ള ചെറിയ ചെറിയ മാർജിനും പാഡിങ്ങും ഉണ്ടാവും. അപ്പോൾ കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടി, അല്ലേ? ഇനി നമുക്ക് വേണ്ടത്, എന്നിട്ടും ഈ സാധനം കുറച്ച് ഇങ്ങനെയാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ ചെയ്യുക എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് കാരണം നമ്മളെ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സോ ഈ ഫ്ലെക്സിനകത്ത് നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് ബിറ്റ്വീൻ പോലെ തന്നെ അലൈൻ ഐറ്റംസ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്ലാസ് ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഇത് കറക്റ്റ് സൈസായി മാറി. ഇനി നമുക്ക് ഈ ബട്ടണിന് പാഡിങ് കൊടുക്കണം. സോ സ്റ്റൈലിലേക്ക് വന്നു. ഇനി നമ്മൾ പാഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പാഡിങ്ങിന്റെ കേസിൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ, ടോപ്പ് സൈഡിൽ, അല്ലെങ്കിൽ എക്സ് പാഡിങ്ങും വൈ പാഡിങ്ങും ആണ് നമുക്കുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആണ്, വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആണ്. സോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പാഡിങ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഒരു 10 പിക്സൽ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പം 4 ഭാഗത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 10 പിക്സൽ വെച്ച് പാഡിങ്. അത് വലിയ വൃത്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് മുകളിലേക്ക് രണ്ടും ഒരേ പാഡിങ്, സൈഡിലേക്ക് വേറെ വേറെ പാഡിങ് വേണമെന്ന് വിചാരിച്ചു. അതിനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഞാൻ മുകളിലേക്ക് എനിക്ക് ഒരു 10 പിക്സൽ തന്നെയാണ് വേണ്ടതെന്ന് വിചാരിച്ചു, സൈഡിലേക്ക് എനിക്ക് 20 പിക്സൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ടോപ്പ് പാഡിങ്, ടോപ്പ് ആൻഡ് ബോട്ടം പാഡിങ്ങും, രണ്ടാമത്തെ വാല്യൂ ലെഫ്റ്റ് റൈറ്റ് പാഡിങ്ങും ആണ് എടുക്കുക. സോ ഇത് ഞാൻ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് ബട്ടന്റെ വലിപ്പം ഒന്നുകൂടെ കൂടി. ഇനി നിങ്ങൾക്ക് വേണം 4 ഭാഗത്ത് നിങ്ങൾക്ക് 4 പാഡിങ് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഇത് ടോപ്പ് പാഡിങ്, ഇത് റൈറ്റ് പാഡിങ്, അടുത്തത് ഞാൻ കൊടുക്കാൻ പോകുന്നത് 5 പിക്സലാന്ന് വിചാരിച്ചു, അത് ബോട്ടം പാഡിങ്. പിന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലെ പാഡിങ് ആണ്, അത് ഞാനൊരു 60 പിക്സൽസ് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടും, കണ്ടോ? ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. അപ്പൊ ഞാൻ എങ്ങനെയാണോ ആ വാല്യൂസ് കൊടുത്തത് അതിനനുസരിച്ച് എനിക്ക് എന്ത് കിട്ടും? ഇവിടെ പാഡിങ് കിട്ടും. നമുക്കതൊന്നും വേണ്ട, നമുക്കിത് മാത്രം മതി. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ബട്ടണിനെ കിട്ടി. ഇനി ഈ ബട്ടൺ എനിക്ക് ചെറിയൊരു എന്താ പറയണേ, കേർവ് കൊടുക്കണം. കാരണം ഇത് ഭയങ്കര സോളിഡ് ആയതുപോലെ ഉണ്ട്, ഒരു ചെറിയ കേർവ് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ എനിക്ക് ബൂട്ട് സ്ട്രാപ്പിനകത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പറയുമ്പോൾ എനിക്ക് ഈ ബട്ടന്റെ, ഈ നോവ പ്രൈമറി ബട്ടൺ ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം സ്റ്റൈൽ ലോഡ് ആവണം, പല സ്ഥലത്ത് എനിക്ക് വിളിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ബൂട്ട് സ്ട്രാപ്പിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന് പറയാണ് ബോർഡർ റേഡിയസ് യു.
ബോർഡർ റേഡിയസ് ഒരു 10 പിക്സൽ കൊടുക്കാം. സോ അതൊന്ന് റൗണ്ട് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ബോക്സ് ഷാഡോ കൊടുക്കാം. ബോക്സ് ഷാഡോ നോക്കട്ടെ അത് എത്രത്തോളം രസം ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഒരു കളർ കൊടുത്തു. നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ബോക്സ് ഷാഡോന് ആക്ച്വലി വേറൊരു വാല്യൂയും കൂടെ ഉണ്ട്. അത് ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഇത് എന്താന്ന് ഞാൻ മറന്നുപോയി. നോക്കാം. ബോക്സ് ഷാഡോ CSS. അയ്യാ അതിന്റെ അളവ് പറഞ്ഞിട്ടില്ല. 1 പിക്സൽ 1 പിക്സൽ ആണെന്ന് പറഞ്ഞു. വന്നിട്ടില്ല. നോക്കാം. CSS ബോക്സ് ഷാഡോ W3 സ്കൂൾസിനകത്ത്. അപ്പൊ നമ്മളിങ്ങനെ ഡൗട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്താണ് ബോക്സ് ഷാഡോ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 10 പിക്സൽ 10 പിക്സൽ കളർ 10 പിക്സൽ 10 പിക്സൽ 5 പിക്സൽ 5 പിക്സൽ എന്ന് പറയുന്നത് അതിന്റെ ബ്ലറിനെസ് ആണ്. പിന്നെ 10 പിക്സൽ 10 പിക്സൽ 5 പിക്സൽ ലൈറ്റ് ബ്ലൂ ഇൻസെറ്റ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഇഷ്ടമുള്ളവരെ എടുക്കും. അപ്പൊ ഞാൻ എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഞാൻ ഇത് എടുത്തു. എന്നിട്ട് ഞാൻ അതോടെ ഇട്ടു. എനിക്ക് ലൈറ്റ് ബ്ലൂ ഒന്നും വേണ്ട. പകരം എനിക്ക് വേണ്ട കളർ ഒരു ലൈറ്റ് ബ്ലൂ ഈസ് ആക്ച്വലി ഓക്കെ. പക്ഷെ ആ ലൈറ്റ് ബ്ലൂവിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നോക്കട്ടെ, ഞാൻ ആക്റ്റീവ് കളർ പോലെ തന്നെ ഞാൻ ഇവിടെ വേറൊരു സാധനം ഇടുകയാണ്, സെക്കൻഡറി ആക്റ്റീവ് കളർ. ഇത് ഞാൻ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് പിടിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ബോക്സ് ഷാഡോ ഇങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ വേരിയബിൾ സെക്കൻഡറി ആക്റ്റീവ് കളർ അവിടെ വരുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പൊ ഇത്രയും ഇങ്ങോട്ടേക്ക് വന്നു. ഇത്രയും വേണ്ട, കുറച്ച് മതി. സോ 10 പിക്സൽ എനിക്ക് ഒരു 2 പിക്സൽ ആക്കണം. ഇത് എനിക്കൊരു 2 ആക്കണം. ഈ സ്പ്രെഡ് എനിക്ക് 1 ആക്കണം. ചെറിയൊരു ഷാഡോ വന്നിട്ടുണ്ട്. ഈ ഒന്നും എനിക്ക് വേണ്ട. ഈ ഒന്ന് എനിക്കൊരു 10 ആക്കണം. അപ്പൊ ഒന്നും കൂടെ ഇങ്ങനെ. ഓക്കെ ഫൈൻ. ഓക്കെ, പക്ഷെ എനിക്ക് ഈ ബോക്സ് ഷാഡോ എന്നുള്ള പ്രോപ്പർട്ടി എനിക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കണ്ട. ഞാൻ ഇങ്ങനെ മൗസ് കൊണ്ടുവരുമ്പോൾ മാത്രം എനിക്ക് വന്നാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വേറൊരു പ്രോപ്പർട്ടി ഡോട്ട് നോവ പ്രൈമറി ബട്ടൺ സ്യൂഡോ എലമെന്റ് ആഡ് ചെയ്യും ഓവർ. എന്നിട്ട് ഇവനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് ഞാനത് റിഫ്രഷ് ചെയ്യും. അപ്പൊ അത് പോയി. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കണ്ട ഒരു ചെറിയ അനിമേഷൻ വന്നില്ലേ അവിടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ UI എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് നല്ല രസത്തിലാക്കി കൊണ്ടുവരിക. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തന്നേ. സോ ഇതാണ് നമ്മളെ ബട്ടൺ. ഇനി അങ്ങോട്ടേക്ക് നോവ പ്രൈമറി ബട്ടൺ നമ്മൾ എവിടെ കോൾ ചെയ്താലും ഇവൻ വരും. ഞാൻ ഇപ്പൊ താഴെ പോയിട്ട് ഇവിടെ വ്യൂ കംപ്ലൈൻസ് അല്ല, ആഡ് അപ്ഡേറ്റിനകത്ത് ഞാൻ പറയാണ് ഇവിടെ എന്താ പറയണേ AHREF ഒരു ഹാഷ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറയാണ് ഹൈ എന്ന്. ഞാൻ ഇവിടെ ഒരു ക്ലാസ് ആഡ് ചെയ്ത് കൊടുത്തു. ക്ലാസ് നോവ ഹൈഫൺ പ്രൈമറി ഹൈഫൺ ബട്ടൺ. ഞാനിത് ഈ കംപ്ലീറ്റ് വെബ്സൈറ്റിൽ എവിടെ വിളിച്ചാലും ഓക്കെ വന്നിട്ടില്ല. അതിനുള്ള റീസൺ മേ ബി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. നോവ പ്രൈമറി ബട്ടൺ കറക്റ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ഈ മറ്റേ ഇത് വിളിച്ചിട്ടില്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് വരാത്ത. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻസ് ഏതാ, ബേസ് ഡോട്ട് HTML ഹോം എന്നല്ല വരുന്നത്, ഹോം സ്ലാഷ് ബേസ് ഡോട്ട് HTML. അവിടെയല്ലേ നമ്മൾ CSS ഒക്കെ കണക്ട് ചെയ്ത് വെച്ച്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്ലോക്ക് കണ്ടന്റ് എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇയാളെടുത്ത് വെച്ചത്. ഓക്കെ, ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബട്ടൺ അവിടെ വന്നു, കണ്ടോ. സോ ഞാൻ ഈ ബട്ടൺ ഇനി എവിടെ വിളിച്ചാലും ഇതേ പ്രോപ്പർട്ടീസിൽ എനിക്ക് ഈ ബട്ടണിനെ കിട്ടും. അതാണ് അവിടെ നമ്മൾ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം ഉണ്ടാവുക. ഓക്കെ, തൽക്കാലം ഞാൻ ഇത് കളയാണ്. നമുക്ക് ഇതും ആവശ്യമില്ല. നമുക്കിനി നമ്മളെ വ്യൂ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്ഡേറ്റ് അല്ല, ആഡ് H1 കൊടുക്കാം, അല്ല H2 കൊടുക്കാം. ആഡ് എ യൂസർ അല്ലല്ലോ, കംപ്ലൈന്റ്. ആഡ് എ കംപ്ലൈന്റ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ക്ലാസ്
ടെക്സ്റ്റ് സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ നടുക്കേക്ക് നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമ്മളെ ഫോം കൊണ്ടുവരണം. സോ അതിനു വേണ്ടി ആദ്യം ഞാൻ വ്യൂസ് ഡോട്ട് കംപ്ലൈന്റിലേക്കല്ല, ഞാൻ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കാൻ പോകും. അതിനകത്ത് ഫോംസ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു പുതിയ ഫയൽ ഉണ്ടാക്കി. ഇത് എന്തിനാ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ ഫോം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. സോ അതിനു വേണ്ടി ഒരു സെക്കൻഡ്, ഫോംസ് ഡോട്ട് പി വൈ സോ അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഞാൻ ഫ്രം നമ്മളെ ഈ മോഡലിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ എവിടെയാ മോഡൽ കിടക്കണേ? കംപ്ലൈന്റിനകത്താണ് മോഡൽ കിടക്കുന്നത്. സോ ഫ്രം കംപ്ലൈന്റ് ഡോട്ട്, കംപ്ലൈന്റിൽ എവിടെയാ? മോഡൽസിനകത്താണ് കിടക്കുന്നത്. സോ കംപ്ലൈന്റ് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്, ആരെ ഇമ്പോർട്ട് ചെയ്യണ്ടേ? നമുക്ക് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യണ്ടേ. ഇമ്പോർട്ട് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ മോഡലിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി എനിക്ക് നമ്മളെ ഫോം ഒരു ക്ലാസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. സോ ഞാൻ ഫ്രം ജാങ്കോ ഡോട്ട് ഫോംസ് ഇമ്പോർട്ട് മോഡൽ ഫോം, ഇങ്ങനെ ഒരു ക്ലാസ് കിടക്കുന്നുണ്ട് ജാങ്കോ ഡിഫോൾട്ട് ആയിട്ട്, അതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. എന്നിട്ട് ഞാൻ പറയാണ്, കോഡ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് കംപ്ലൈന്റ് ഫോം, കംപ്ലൈന്റിന് വേണ്ടി ഞാൻ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. അത് ഇൻഹെറിറ്റ് ചെയ്യുന്നത് മോഡൽ ഫോം എന്നാണ് എന്ന് പറഞ്ഞു കൊടുത്തു. കോളൻ, പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ക്ലാസ് മെറ്റ മോഡൽ ഈക്വൽ ടു ഏതാ നമ്മളെ മോഡൽ? കംപ്ലൈന്റ് ആണ് നമ്മുടെ മോഡൽ. കംപ്ലൈന്റിന്റെ ഒരു ബ്ലൂ പ്രിന്റാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൽ ഏതൊക്കെ ഫീൽഡ്സ് നമുക്ക് വേണം? ഫീൽഡ്സ് ഈക്വൽ ടു ഏതൊക്കെ നമുക്കുള്ള ഫീൽഡ്സ് നോക്കാം. നമുക്ക് നേരെ നമ്മളെ മോഡൽസിലോട്ട് വരാം. മോഡൽസിനകത്ത് ഏതൊക്കെ ഫീൽഡ്സ്, കംപ്ലൈന്റിലോട്ട് വരാം. കംപ്ലൈന്റ് ഏതൊക്കെ ഫീൽഡ്സ് ആണുള്ളത്? കസ്റ്റമർ ഉണ്ട്, പിന്നെ കംപ്ലൈന്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഐറ്റം ഉണ്ട്. നമുക്ക് വേണ്ട ഓർഡറിൽ കൊടുക്കാം കേട്ടോ. ഐറ്റം ഉണ്ട്, പിന്നെ ഐറ്റം റീമാർക്സ് ഉണ്ട്, കസ്റ്റമർ ടൈപ്പ് ഉണ്ട്, കംപ്ലൈന്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഹോം അഡ്രസ് ഉണ്ട്. ഇത് കുറേ ഉണ്ടല്ലോ. പ്ലേസ് ഉണ്ട്, റോഡ് ഉണ്ട്. ഞാൻ താഴെ അടിക്കാം, കോമ മതി, താഴെ അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ലാൻഡ്മാർക്ക് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, പിക്ക് പോയിന്റ് ഉണ്ട്, അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഉണ്ട്, അസൈൻഡ് ടു ഉണ്ട്, ഔട്ട്സോഴ്സ്ഡ് ഉണ്ട്, ഔട്ട്സോഴ്സ് ടു ഉണ്ട്, ഔട്ട്സോഴ്സ്ഡ് എക്സ്പെൻസ് ഉണ്ട്, ടോട്ടൽ എക്സ്പെൻസ് ഉണ്ട്, ഫൈനൽ സ്റ്റാറ്റസ് ഉണ്ട്, ബിൽ എമൗണ്ട് ഉണ്ട്. ഇവരെയൊക്കെ ഞാൻ ഇതിനകത്താക്കണം. ഓക്കെ, അപ്പോൾ ഫീൽഡ്സ് എന്തൊക്കെയാണുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തു. മതി, തൽക്കാലം ഇത്രയും മതി. നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ വ്യൂസ് ഡോട്ട് പി വൈയിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വ്യൂസ് ഡോട്ട് പി വൈയിലോട്ട് പോകാൻ പോവാം. അവിടെ നമുക്ക് എന്തുണ്ടാക്കണം? ആഡ് കംപ്ലൈന്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇല്ലേ, ആഡ് കംപ്ലൈന്റ്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഫോമിനെ കൊണ്ടുവരണം. അതിന് മുന്നേ ഈ ഫോമിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ഫ്രം ജാങ്കോ ഡോട്ട് മോഡൽസ്, ജാങ്കോ അല്ലല്ലോ, കംപ്ലൈന്റ്സ് ഡോട്ട് ഫോംസ് ഇമ്പോർട്ട്, ആരെ ഇമ്പോർട്ട് ചെയ്യേണ്ട? കംപ്ലൈന്റ് ഫോമിനെ ഇമ്പോർട്ട് ചെയ്യണം.
എന്താ മോഡൽ ഫോം? ഓക്കെ, ഫീൽഡ്സ് എന്നുള്ള സംഭവം ഇല്ല എന്നാണ് പറയണത്. ഫോം ഫീൽഡ്സ് ഉണ്ടാവില്ല, ഫീൽഡേ ഉണ്ടാവുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. ഫീൽഡിന്റെ സ്പെല്ലിംഗ് എന്താ അറിയില്ല. ഇതാണ് സ്പെല്ലിംഗ്. ഓക്കെ, FIELDS അങ്ങനെയാണോ? ഓക്കെ, ഫീൽഡ്സിന്റെ സ്പെല്ലിംഗ് മാറരുത് കേട്ടോ. ഈ ക്ലാസ് മെറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇൻസർട്ട് ചെയ്ത് വരുന്നതും കൊണ്ട് ഇവരുടെ ഒന്നും പേര് മാറാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ എറർ അടിക്കും. സോ ഇപ്പൊ കോഡ് പിന്നെ റൺ ആയിട്ടുണ്ട്, വ്യൂസിലേക്ക് വരുന്നു. സോറി, സെർവർ പിന്നെ റൺ ആയിട്ടുണ്ട്, വ്യൂസിലോട്ട് വരുന്നു. ഇനി ഈ ഒരു പേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഈ ഒരു പേജിനകത്ത് ഇവിടെ കസ്റ്റമർക്ക് സോറി നമ്മളുടെ ലോഗിൻ ചെയ്യുന്ന എല്ലാവർക്കും കംപ്ലൈന്റ് ആഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. സോ നമ്മളുടെ പ്ലാൻ പ്രകാരം സൂപ്പർ അഡ്മിന് മാത്രമേ കംപ്ലൈന്റ് ആഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഓക്കെ സ്റ്റാഫിനും ഉണ്ട്, അഡ്മിനും ഉണ്ട്. പക്ഷെ ആഡ് ചെയ്യാനുള്ള പ്രിവിലേജ് ആർക്ക് മാത്രമേ ഉള്ളൂ? അഡ്മിന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഒരു സാധനം കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ സൂപ്പർ യൂസർ ഫംഗ്ഷൻ അല്ല, സൂപ്പർ യൂസർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. റിട്ടേൺ ഓക്കെ പറയാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞു കൊടുത്തത്? ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഇസ് സൂപ്പർ യൂസർ, നമ്മളെ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന യൂസർ സൂപ്പർ യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് സൂപ്പർ യൂസർ ആണെങ്കിൽ ഈ പേജ് റെൻഡർ ചെയ്യണം. സൂപ്പർ യൂസർ അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് എഴുതി കാണിക്കണം, പെർമിഷൻ ഡിനൈഡ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ മെസ്സേജ് എഴുതി കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ഹോമിന്റെ അകത്ത് ഞാൻ ഇവിടെ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്തു. ഹോമിനകത്ത് ഞാൻ ഒരു പുതിയ ടെംപ്ലേറ്റ് ആഡ് ചെയ്യാണ്. പെർമിഷന്റെ സ്പെല്ലിംഗ് ഇതാണെന്ന് തോന്നുന്നു, ഡിനൈഡ് ഡോട്ട് HTML. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ നമ്മളെ എക്സ്റ്റെൻസ് ഹോമിനകത്തുനിന്ന് ബേസ് ഡോട്ട് HTML അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തോ, HTML എക്സ്റ്റെൻഡ് ചെയ്തെടുത്തോ. എന്നിട്ട് ഒരു ബ്ലോക്ക് കണ്ടന്റ്, അതിൻ്റെ അകത്ത് ഒരു ഡിവ് ഉണ്ടാക്കിക്കോ. ആ ഡിവിന്റെ ക്ലാസ്സിൽ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല, ബാക്ക്ഗ്രൗണ്ട് കളർ വാർണിംഗ് കിട്ടും, മഞ്ഞ. എന്നിട്ട് ഇവിടെ H3 ടാഗിലോ മറ്റോ ഒരു പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇതിന് ഞാൻ ഒരു വ്യൂവും ഒരു URL ഉണ്ടായി കഴിഞ്ഞാൽ ഈ പേജ് വർക്കാവും. സോ ഞാൻ നേരെ നമ്മൾ വ്യൂ ഡോട്ട് py എവിടെ ഇതിലേക്ക് വന്നു. ഇതിലേക്ക് വന്നിട്ട് ഞാൻ ആദ്യം അറ്റ് ലോഗിൻ റിക്വയർഡ് ഉണ്ടെങ്കിൽ ഈ പേജ്, ലോഗിൻ റെക്കോർഡ് ഇല്ലെങ്കിലും വേണ്ട, ലോഗിൻ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഈ പേജ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ ഡിഫൈൻ പെർമിഷൻ ഡിനൈഡ് റിക്വസ്റ്റ് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കൊമ ഡബിൾ കോഡ്സിനകത്ത് അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിനകത്ത് ഹോമിനകത്തുള്ള ഇവൻ കോപ്പി ഇവൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇവനൊരു URL കൂടെ സെറ്റ് ആക്കി കൊടുത്താൽ അവൻ വർക്ക് ചെയ്തോളൂ. URLസിനകത്ത് പോയിട്ട് ഞാൻ ഇവിടെ പാത്ത് എന്താന്ന് പറഞ്ഞു കൊടുത്തു, നോ പെർമിഷൻ സ്ലാഷ് കോമ വ്യൂസിനകത്തുള്ള പെർമിഷൻ ഡിനൈഡിനെ എടുക്കണേ, കോമ നെയിം ഈക്വൽ ടു ഇതാണ്, പെർമിഷൻ ഡിനൈഡ് ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. ഈ പേജ് വിളിച്ചു കഴിയുന്ന സമയത്ത് ഇത് വരണം, പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞ HTML വരണം. ഇത്രയാണ് പറഞ്ഞു കൊടുത്തത്. HTML നമുക്ക് കാണാം, ഒരു സെക്കൻഡ്.
സോ നമ്മളിവിടെ പെർമിഷൻ ഡിനൈഡ് വിളിച്ചു. ഇത് നമുക്ക് ഇനി ആവശ്യമില്ല, നമുക്ക് ഇതിനി ആവശ്യമില്ല, ഇങ്ങോട്ട് വരാം. സോ റിട്ടേൺ ചെയ്യേണ്ട ഏത് പേജാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്? പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഞാൻ പറഞ്ഞു റിട്ടേൺ റീഡയറക്ട്. റീഡയറക്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, റെൻഡർ മാത്രമല്ല എനിക്ക് റീഡയറക്റ്റും കൂടെ വേണം. റീഡയറക്ട് ആ യു ആർ എല്ലിലോട്ട് റീഡയറക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞ യു ആർ എല്ലിലോട്ടേക്ക് റീഡയറക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞെടുത്ത് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഇസ് സൂപ്പർ യൂസർ, റിക്വസ്റ്റ് ചെയ്ത യൂസർ സൂപ്പർ യൂസർ ആണെങ്കിൽ പെർമിഷൻ ഡിനൈ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞെടുത്ത്. സോ ഞാനിവിടെ എന്താ കംപ്ലൈന്റിൽ വന്നു, ആഡ് കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് ഓക്കെ നോ റിവേഴ്സ് മാച്ച് ഫൗണ്ട് കംപ്ലൈന്റ്സ് ആഡ് കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. റിവേഴ്സ് ഫോർ പെർമിഷൻ ഡിനൈഡ് നോട്ട് ഫൗണ്ട്, പെർമിഷൻ ഡിനൈഡ് വാസ് നോട്ട് എ വ്യൂ ഫംഗ്ഷൻ ഓർ പാറ്റേൺ നെയിം. ഫൈൻ, ഇവിടെ നമ്മൾ ഹോം കൊടുത്തിട്ടില്ല, ആപ്പ് നെയിം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ഡിനൈഡ്. അപ്പൊ സൂപ്പർ യൂസർ കംപ്ലൈന്റ് ആഡ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് പെർമിഷൻ ഡിനൈഡ് അല്ലെ? അതൊരു പ്രശ്നമല്ല, അങ്ങനെയല്ലോ. സൂപ്പർ യൂസർക്ക് മാത്രമേ അത് കിട്ടാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു തന്നെ. അതായത് നോർമൽ ഒരാൾക്ക് കിട്ടാൻ പാടില്ല. ഞാനിപ്പോ സൂപ്പർ യൂസർ ആയിട്ട് നിൽക്കണേ, അപ്പൊ എനിക്കിത് കിട്ടണം, ബാക്കിയുള്ളവർക്ക് കിട്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സോ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ എന്ന് പറയുന്നതിന് മുന്നേ പൈത്തണിൽ ഒരു സാധനമുണ്ട്, ഇഫ് നോട്ട് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഇസ് സൂപ്പർ യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഓക്കെ നോ പെർമിഷനിലാണ് നിൽക്കുന്നത്, കംപ്ലൈൻസ് ആഡ് കംപ്ലൈൻസ് കണ്ടോ, ആഡ് എ കംപ്ലൈന്റ് വന്നു. ഇപ്പൊ സൂപ്പർ യൂസർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് എ കംപ്ലൈന്റ് കാണിക്കും. വേറെ ഒരാൾ ഇപ്പൊ നമുക്ക് ഈ ഒരു പേജ് ആക്സസ് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് പറയാം, ഇപ്പൊ നമുക്ക് എഡ്ജ് എന്നാന്ന് വിചാരിച്ചു, എഡ്ജ് എന്നാണ് ഞാൻ ഈ പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങോട്ടൊക്കെ ഞാൻ വിടാം, പക്ഷെ അത് നീ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം എന്ന് പറഞ്ഞു. സോ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ കംപ്ലൈന്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിവീലിംഗ് ഫയൽ എക്സ്പ്ലോറർ readme.md, യൂസർ നെയിം സ്റ്റാഫിന്റെ നസ്മ ആണ്, ഞാൻ നസ്മ അടിച്ചു, പാസ്വേഡ് നസ്മ ബഷീർ 123 ആണ്, അതടിച്ചു, ലോഗിൻ ചെയ്തു. അപ്പം ദിസ് ഇസ് ഹോം എന്ന് പറഞ്ഞ് കാണിച്ചു. അത് നമുക്കിപ്പോൾ വന്ന ഏതാ കംപ്ലൈൻസ് ഡോട്ട് ആഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു വന്നെങ്കിലും ദിസ് ഇസ് ഹോം എന്ന് പറഞ്ഞ ഹോം പേജ് നമുക്ക് കാണിച്ചു തന്നെ. ഞാൻ കംപ്ലൈൻസിൽ ക്ലിക്ക് ചെയ്തു, ആഡ് കംപ്ലൈൻസ് ക്ലിക്ക് ചെയ്തു, പെർമിഷൻ ഡിനൈഡ് കണ്ടോ. അപ്പൊ ലോഗിൻ ചെയ്തു, പക്ഷെ യൂസർ എന്തല്ല, സൂപ്പർ യൂസർ അല്ലാത്തത് കൊണ്ട് അവിടെ പെർമിഷൻ ഡിനൈ ആയി. അതേ സമയത്ത് ഇവിടെ നമ്മൾ ചെയ്ത സമയത്ത് ആഡ് എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് വന്നു. ഇനി നമുക്ക് ഇവനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഈ ഒരു പേജിനെ, കാരണം ഇത് കാണാൻ ഒരു വൃത്തിയില്ല, കുറച്ചുകൂടി വൃത്തിയാക്കി എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു, ഞാൻ എൻ്റെ ഹോം ഡോട്ട് HTML-നകത്ത് വന്ന് പെർമിഷൻ ഡിനൈഡ് എടുത്തു. ഓക്കെ, ഇവനാണ് ആ പേജ് അല്ലെ. ഇതിന്റെ നമുക്ക് ക്ലാസ് കൊടുക്കാം, ടെക്സ്റ്റ് സെന്റർ, നമുക്ക് ഇതിന് പാഡിങ് കൊടുക്കാം, പാഡിങ് ടോപ്പ് കൊടുക്കാം, പാഡിങ് Y കൊടുക്കാം, പാഡിങ് Y ഒരു 5 കൊടുക്കാം, റൗണ്ടഡ് ആക്കാം, വേണമെങ്കിൽ ചെറിയൊരു ഷാഡോയും കൊടുക്കാം, ഷാഡോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അത് അത്യാവശ്യം കാണാൻ ഒരു ഇതായി വന്നിട്ടുണ്ട്, പെർമിഷൻ ഡിനൈഡ്. നിങ്ങൾക്ക് ഇത് വേണം, വാണിംഗ് വേണ്ട, ഡേഞ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഡേഞ്ചറിൽ കൊടുക്കാം. അപ്പൊ റെഡിൽ വന്നു. അപ്പൊ നമുക്ക് ഈ കളർ ഉള്ളിലത്തെ വൈറ്റ് ആക്കേണ്ടി വരും ടെക്സ്റ്റിനെ. അപ്പൊ ടെക്സ്റ്റ് വൈറ്റ് കൊടുത്താൽ മതി. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് വൈറ്റ് ആയി കണ്ടോ. ഞാൻ തൽക്കാലം ഡേഞ്ചർ കൊടുക്കുന്നില്ല, ഞാൻ തൽക്കാലം വാണിംഗ് തന്നെയാണ് കൊടുക്കുന്നത്, വാണിംഗ്. അപ്പൊ ഈ വൈറ്റ് പറ്റില്ല, ടെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് തന്നെയാണ് നല്ലത്, മഞ്ഞയല്ലേ, കണ്ണ് കുത്തും വെള്ള. ഓക്കെ, പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. സോ നസ്മ എന്ന് പറഞ്ഞ യൂസർ കംപ്ലൈന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് പെർമിഷൻ ഡിനൈ ആയി. പക്ഷേ സൂപ്പർ യൂസർ വന്ന സമയത്ത് അവർ പറഞ്ഞു ആഡ് എ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഞാൻ പെർമിഷൻ ഡിനൈഡ് ക്ലോസ് ചെയ്യുന്നു, റീഡ്മി ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഓതന്റിഫിക്കേഷൻ കഴിഞ്ഞു. അവിടെ തന്നെ പറഞ്ഞു നിങ്ങൾ സൂപ്പർ യൂസർ അല്ല, അല്ലെങ്കിൽ വിട്ടോ എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഇനി ഇഫ് നോട്ട് സൂപ്പർ യൂസർ ഇത് റിട്ടേൺ ചെയ്യണം. എൽസ് ഇനി സൂപ്പർ യൂസർ അല്ല, സോറി സൂപ്പർ യൂസർ ആണ് എന്നുണ്ടെങ്കിലോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇഫ് റിക്വസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് METHOD റിക്വസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, പോസ്റ്റും ഗെറ്റും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നും. ഫോം
നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? നമ്മളെ കംപ്ലൈന്റ് ഫോം ഏതാ? ഇതല്ലേ കംപ്ലൈന്റ് ഫോം. ഫോം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കംപ്ലൈന്റ് ഫോം ആണെന്ന് പറഞ്ഞു. ഇനി ഒന്നും കൂടെ നമ്മൾ പറയാണ്, ഇഫ് എന്താ പറയണേ, ഫോം ഈസ് വാലിഡ്, ഫോം ഡോട്ട് ഈസ് അണ്ടർസ്കോർ വാലിഡ്, ഇതൊരു മെത്തേഡാണ്. ഈ ഫോം എന്ന് പറയുന്നത്, അതായത് കംപ്ലൈന്റ് ഫോം എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ മെത്തേഡാണ് വാലിഡ്. ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് ഫോം നമ്മൾ ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, എവിടുന്ന്? മോഡൽ ഫോമിന്റെ അകത്ത്. സോ അതിന്റെ ഒരു എന്താ പറയണേ മെത്തേഡാണ് ഈ വാലിഡ് എന്ന് പറയുന്നത്. സോ ഫോം വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലൈൻസ് നമ്മൾ ഉണ്ടാക്കുന്ന വേരിയബിളാ. കംപ്ലൈൻസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കംപ്ലൈൻസ് വേണ്ട, ഒരു കംപ്ലൈന്റ് അല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. കംപ്ലൈന്റ് ഈക്വൽ ടു ഫോമിലേക്ക് സേവ് ചെയ്യണം. ഫോം ഡോട്ട് സേവ്. ഇവിടെ ഞാൻ ഒരു സാധനം കൂടെ കൊടുക്കും, കമ്മിറ്റ് ഈക്വൽസ് ടു ഫോൾസ് എന്ന സാധനം. എന്തിനാന്ന് ഞാൻ പറയാം കേട്ടോ. കമ്മിറ്റ് ഈക്വൽ ടു ഫോൾസ് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു കംപ്ലൈന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടെ സേവ് ചെയ്യണം. കംപ്ലൈന്റ് ഡോട്ട് സേവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ. അപ്പം ഫസ്റ്റ് തന്നെ സംഭവിക്കണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെക്ഷൻ ഞാൻ ഒന്നുകൂടെ ഫസ്റ്റ് തൊട്ട് പറയാം. ആദ്യം നമ്മൾ പേജിനെ ലോഡ് ചെയ്യിച്ചു. ആഡ് കംപ്ലൈന്റ്, റിക്വസ്റ്റ്, റിട്ടേൺ, റെൻഡർ കാര്യങ്ങളിൽ നമ്മൾ പേജ് ലോഡ് ചെയ്യിച്ചു. URL പോയി പേജ് ലോഡ് ചെയ്യിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു സൂപ്പർ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ പേജ് കാണിച്ചു. സൂപ്പർ യൂസർ അല്ല എന്നുണ്ടെങ്കിൽ, സൂപ്പർ യൂസർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പെർമിഷൻ ഡിനൈഡ് എന്നുള്ള പേജ് കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സൂപ്പർ യൂസർ അല്ലാണ്ട് പിന്നെ എന്താ കണ്ടീഷൻ ഉള്ളത്? സൂപ്പർ യൂസർ ആണെന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. സോ സൂപ്പർ യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കുന്ന സമയത്ത് ഈ ഒരു ഫോമിനെ എടുക്കണം. ആ ഒരു ഫോം എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. ഈ ഫോമിനകത്ത് ഏത് മോഡലിലേക്കാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നത്? കംപ്ലൈന്റ് എന്ന് പറഞ്ഞ മോഡലിലേക്കാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. ആ മോഡൽ എവിടെയാണുള്ളത്? കംപ്ലൈന്റ് ഡോട്ട് മോഡൽസ്, ഇവിടെ കിടക്കണം. ഇതിനകത്താണ് ആ ഫോം കിടക്കുന്നത്. ഫോം അല്ല, ക്ലാസ് കിടക്കുന്നത്, ആ മോഡൽ കിടക്കുന്നത്. സോ ഈ മോഡലിനെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഈ മോഡലിന് ഏതൊക്കെ ഫീൽഡ്സ് എടുക്കണം? ഈ ഫീൽഡ്സ് എല്ലാം എടുക്കണം, എല്ലാ ഫീൽഡ്സും എടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ആ ഫോം വാലിഡ് ആണെന്നുണ്ടെങ്കിൽ, ആ ഫോം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫോം നിങ്ങൾ ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആ ഫോം എന്ത് ചെയ്യാൻ പാടില്ല? അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ഫോം ജസ്റ്റ് ലോഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നു. ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോമിനെ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സേവ് ചെയ്തിട്ട് അവിടെ തന്നെ നിന്നാൽ മതിയോ? പോരാ. നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിരിച്ച് നമ്മളെ ഡാഷ്ബോർഡിലേക്ക്, അതായത് ഈ ഒരു പേജിലേക്ക് വരിക. ആഡ് എക്കണോമി അല്ല, ഈ ഒരു പേജിലേക്ക് വരിക എന്നുള്ളതാണ് അടുത്ത പരിപാടി. സോ ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, ആഫ്റ്റർ സേവിങ് റിട്ടേൺ ചെയ്യണം. എന്ത് റിട്ടേൺ ചെയ്യണം? നമ്മളുടെ ഈ പേജ് റിട്ടേൺ ചെയ്യണം, ഓൾ കംപ്ലൈൻസ് എന്നുള്ള പേജ്. സോ URLസിൽ പോകുന്നു, ഇതല്ല, URLസിൽ പോകുന്നു. ഓക്കെ, വ്യൂ കംപ്ലൈൻസ് എന്നുള്ള പേജാണ്. വ്യൂ കംപ്ലൈൻസ്, കംപ്ലൈന്റ് കോളൻ വ്യൂ കംപ്ലൈൻസ് അല്ലേ. സോ ഇവിടെ വന്നിട്ട് കംപ്ലൈന്റ് കോളൻ വ്യൂ കംപ്ലൈൻസ് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അത്രയും പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ ഫോമിൽ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഹാക്കേഴ്സോ ഒക്കെ വന്നിട്ട് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയാണെന്ന് വിചാരിച്ചു, ഫോം പ്രോപ്പറായിട്ട് സേവ് ആവുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണ്. ഇനി ഈ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് അല്ല. പോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫോം ഈക്വൽ ടു കംപ്ലൈന്റ് ഫോം. കംപ്ലൈന്റ് ഫോമിന്റെ F ക്യാപിറ്റൽ. ഓക്കെ, കംപ്ലൈന്റ് ഫോം. ഈ ഒരു ഫോമിനെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ തിരിച്ചെന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ട് പിന്നെ ഈ കംപ്ലൈന്റ് ഫോമിനെ ഇവർ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. സോ അത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഈ ഫോമിനെ നമ്മൾ എന്ത് ചെയ്യുക? കോണ്ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യാം. സോ നമുക്ക് ഫോമിനെ കോണ്ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി കോണ്ടെക്സ്റ്റ് ഈക്വൽ ടു ഡിക്ഷണറി ആക്കുന്നു, സിംഗിൾ കോട്ടിൽ ഫോം കോളൻ ഫോം. ഇതാണ്, അതിട്ട് വെക്കുന്നു. ഇനി നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇവിടെ വിളിച്ചു കൊടുക്കുന്നു, കോണ്ടെക്സ്റ്റിനെ വിളിച്ചു കൊടുക്കുന്നു. ഇനി ഈ ഫോമിനെ നമ്മൾ നമ്മളെ HTML-ലേക്ക് റെൻഡർ ചെയ്യിക്കണം. ഇതല്ല നമ്മൾ HTML, ഇതാണ് നമ്മൾ HTML. ഓക്കെ, ഇതിൻ്റെ അണ്ടറിൽ ഞാൻ എന്ത് ചെയ്യുക? ഫോം റെൻഡർ ചെയ്യിക്കുക. സോ ഫോം ആക്ഷൻ അല്ല, നമുക്ക് വേണ്ടത് മെത്തേഡാണ്. മെത്തേഡ് എന്താണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു കൊടുത്ത് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ. സോ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്
ആണെന്നുണ്ടെങ്കിൽ ഫോമിനെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ ജാങ്കോനകത്ത് CRSF ടോക്കണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആഡ് കംപ്ലൈന്റ് കൊടുക്കുന്നു. അപ്പൊ നമുക്കൊരു ഫോം ഇവിടെ കിട്ടി. ഇതിങ്ങനെ ഫോം കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടി. ഒരു മിനിറ്റ്, ഒരു ബട്ടണും കൂടെ ആഡ് ചെയ്യട്ടെ. AHRF സോറി, AHRF അല്ല, ബട്ടൺ സബ്മിറ്റ്. ടൈപ്പ് സബ്മിറ്റ് ആണ്. ക്ലാസ് നമുക്ക് നമ്മളെ മറ്റവനെ ആഡ് ചെയ്യാം, ഇവനെ ആഡ് ചെയ്യാം. നോവ പ്രൈമറി ബട്ടൺ ഫോം അല്ലായിരുന്നു ഇവിടെ നമ്മൾ ക്ലാസ് നോവ പ്രൈമറി ബട്ടൺ. ഇതിനകത്ത് നമുക്ക് സബ്മിറ്റ്. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ. ഓ, ബട്ടണ് ഡിഫോൾട്ട് ആയിട്ട് ബോർഡേഴ്സ് ഉണ്ടാവും. സോ ആ ബോർഡേഴ്സ് നമുക്ക് ഇവിടെ മായ്ച്ചു കളയാം. ബോർഡർ ഡൺ. അതവിടെ വന്നില്ലല്ലോ. സേവ് ചെയ്യുന്നു. ഇതൊന്ന് വെറുതെ സേവ് ചെയ്യുന്നു. Ctrl+Shift+R. ഓക്കെ, ബോർഡർ പോയിട്ടുണ്ട്. സബ്മിറ്റ് ബട്ടൺ വന്നു. അപ്പൊ നമുക്ക് ഫോം വന്നു. പക്ഷെ ഇത് മൊത്തം എന്താ പറയണേ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അത്ഭുതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ ഫോമിന് എനിക്ക് ഇങ്ങനെ താഴെ കൊണ്ടുവരണം. കസ്റ്റമർ ഐറ്റം മാർക്സ് കസ്റ്റമർ, ഇത് ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. സോ ഞാൻ ഫോമിന്റെ അകത്ത് ഫോം ഡോട്ട് ആസ് അണ്ടർസ്കോർ പി, ആസ് പി എന്ന് പറഞ്ഞ ടാഗിലേക്ക് ഫോമിനെ ഇടുകയാണ്. ആ സമയത്ത് താഴെ വന്നു. ഇങ്ങനെ കിട്ടി. പക്ഷെ ഇപ്പോഴും കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഫോം ഇങ്ങനെ കിടക്കുകയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാണ്ട്. നമുക്ക് ആദ്യം ഫോം വർക്ക് ചെയ്യണമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റൈലിങ്ങിലേക്ക് കിടക്കാം. സോ കസ്റ്റമറിൽ വന്നു. കസ്റ്റമർ പ്രദീപാണ്. പ്രദീപ് കൊണ്ടുവന്ന ഐറ്റം കമ്പ്യൂട്ടറാണ്. ഐറ്റം റീമാർക്സ് ഗുഡ് ആണ്. കസ്റ്റമർ ടൈപ്പ് പേഴ്സൺ ആണ്. ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്തെങ്കിലും അടിച്ചു. ഹോം അഡ്രസ്സ് ഞാൻ എന്തെങ്കിലും അടിച്ചു. പ്ലേസ് ഞാൻ വെങ്ങാലി അടിച്ചു. റോഡ് ഞാൻ എന്തെങ്കിലും കൊടുത്തു. എനിക്ക് എന്തെങ്കിലും കൊടുത്തു. അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഡേറ്റ് ഞാൻ കുറവിടെ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഡേറ്റ് ഞാൻ 14/02/2025 എന്ന് പറഞ്ഞു കൊടുത്തു. അസൈൻഡ് ടു നസ്മ. ഔട്ട്സോഴ്സ്ഡ് ടിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഔട്ട്സോഴ്സ്ഡ് ടു, അപ്പോൾ ഔട്ട്സോഴ്സ്ഡ് ഇല്ല. ഔട്ട്സോഴ്സ് എക്സ്പെൻസ് ഒരു 120 റുപ്യ. ടോട്ടൽ എക്സ്പെൻസ് ഒരു 300 രൂപ. ഫൈനൽ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ്. ബിൽ എമൗണ്ട് 300 എത്രയായിപ്പോ, 420 ഒരു 500. സബ്മിറ്റ്. ടൈപ്പ് എറർ, കംപ്ലൈൻസ് കംപ്ലീറ്റ്, ഈസ് വാലിഡ്, മിസ്സിംഗ് വൺ റിക്വയർഡ് ആർഗ്യുമെന്റ് സെൽഫ്. ഓക്കെ, ഫോം ഇവിടെ വാലിഡ് ആയിട്ടില്ല. നമ്മളുടെ views.py പോയി നോക്കുന്ന സമയത്ത് ഫോം വാലിഡ് ആയിട്ടില്ല. കാരണം ഫോം ഡോട്ട് ഈസ് വാലിഡ് ഇസ് മിസ്സിംഗ് വൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ് സെൽഫ് എന്ന് പറഞ്ഞ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മളെ forms.py നമുക്ക് എന്തോ എറർ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ forms.py തിരിച്ചു വരിക. നോക്കട്ടെ എന്താ എറർ. ഇതിലെന്താ പ്രശ്നം? ഓക്കെ, നമ്മൾ ഡിഫൈൻ അണ്ടർസ്കോർ init സെൽഫ് ഡോട്ട് എന്താ കൊടുക്കുക, അല്ല സേവ് അല്ലേ ചെയ്യണ്ടേ ഫോമിനെ. സെൽഫ് ഡോട്ട് ഫീൽഡ്സ് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാം. മിസ്സിംഗ് ഇസ് വാലിഡ് ഇസ് മിസ്സിംഗ് വൺ പൊസിഷണൽ ആർഗ്യുമെന്റ് സെൽഫ്. ഓക്കെ, നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ജാങ്കോ ഫോംസ് എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ട്. നോക്കാം. ഇത് വെറും ഫോമാണ്. ഓക്കെ, ഇമ്പോർട്ട് ഫോം, യുവർ നെയിം. ഓക്കെ, നമുക്ക് അതല്ലല്ലോ വേണ്ടേ.
കോണ്ടാക്ട് ഫോം. ഓക്കെ, ഇത് വെറുതെ ഫോം ചെയ്യുന്നതാണ്, ഇതല്ല. നമുക്ക് സെൻഡ് മെയിൽ, ഫോംസ് API, ജാങ്കോ ഫോംസ്, ഗീക്സ് ഫോർ ഗീക്സ് അതെന്തോ പറയുന്നുണ്ട്, നോക്കാം. ഇമ്പോർട്ട് ഫോം ക്ലാസ് ഫോംസ് ഡോട്ട് ഫോം, ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് ജാങ്കോ ഡോട്ട് ഫോം, ഇൻപുട്ട് ഫീൽഡ് ഫോംസ്, പാസ്വേഡ് കാര്യങ്ങൾ പറഞ്ഞു. ഇൻപുട്ട് ഫോം ക്ലാസ് മെറ്റ ഫീൽഡ്സ് ഓൾ. ഓ, ഇങ്ങനെ കൊടുത്താലും മതിയോ? ഒരു സെക്കൻഡ്, ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുത്താലും മതി എന്നാണ് ഗീക്സ് ഫോർ ഗീക്സ് പറയുന്നത്. ഇത് വർക്ക് ചെയ്യണ്ടോ നോക്കാം. അത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട അതല്ല. നമുക്ക് വേണ്ടത് എവിടെ ഇരുന്നു അതുണ്ടായിരുന്നു, ഗീക്സ് ഫോർ ഗീക്സ്. ഇവരാരും ഇത് ഡിഫൈൻ ചെയ്യുന്നത് കാണുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം, ഇപ്പോൾ എറർ ഉണ്ടോ. പ്രദീപ് കമ്പ്യൂട്ടർ എന്തെങ്കിലും കൊടുത്തു. ഹോം അഡ്രസ് മൈ ഹോം, ഔട്ട്സോഴ്സ്ഡ് എക്സ്പെൻസ്, ഇപ്പോൾ എറർ ഉണ്ട്. Unrequired positional argument self raised during add complaint, exception type error, views. ഈ എറർ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. is valid query. Okay. Assignment a class not inheritance of class from the variable. Try form, edit form. Form equal to edit form. Complaint form. Complaints. എറർ എന്തുകൊണ്ടോ പോയിന്റ് ഒന്നും കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. അഡ്മിൻ കമ്പ്യൂട്ടർ പേഴ്സൺ മൈ ഹോം വെങ്ങാലി ഫോൺ നമ്പർ ഓൺ സൈറ്റ് ഡേറ്റ് അഡ്മിൻ ഔട്ട്സോഴ്സ്ഡ് അഡ്മിൻ എക്സ്പെൻസ് 50 കൊടുത്തു, ടോട്ടൽ എക്സ്പെൻസ് 100 കൊടുത്തു, ഫൈനൽ സ്റ്റാറ്റസ് എന്തെങ്കിലും കൊടുത്തു, ബിൽ എമൗണ്ട് 500 കൊടുത്തു, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോം റിഫ്രഷ് ആവുക ചെയ്യുന്നത്. പക്ഷേ എന്ത് വരുന്നില്ല, കംപ്ലൈന്റ് ആഡ് ആവുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഫോം ഇസ് വാലിഡ് എന്നുള്ള സംഭവം ഓക്കെയാണ്. കംപ്ലൈന്റ് ഡോട്ട് ഫോം ഡോട്ട് സേവ് കംപ്ലൈന്റ് കമ്മിറ്റ് ഈക്വൽ ടു ഫോൾസ് ഓക്കെയാണ്. കംപ്ലൈന്റ് ഡോട്ട് സേവ് ഇവിടെ വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ റെൻഡർ ഇത് വർക്ക് ആവുന്നില്ല. അതായത് ഈ ഒരു കണ്ടീഷൻ വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് എൽസ് ഫോം ഈക്വൽ ടു കംപ്ലൈന്റ് ഫോം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ വർക്ക് ആവാത്തത് നമ്മൾ നോക്കണം.
No way. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ ആളെ വിളിക്കാം. അവൻ എന്താ പറയാനുള്ളത് നോക്കാം. ഇതാണ് എൻ്റെ ഫോം, വ്യൂ, ഇതാണ് എൻ്റെ ഫോം. Problems. Form not bound to requested data. You are initializing complaint form without passing request.post, request. And request.files. So it will always be empty. ഏതെന്താ സംഭവം? request.method. രണ്ട്, invalid render usage for redirect. Return render. അയ്യോ, render മാത്രം പറഞ്ഞാൽ മതി. അല്ല, return render പറയണമല്ലോ. നോക്കട്ടെ. You should use redirect instead. Yeah. ഇവിടെ നമ്മൾ റീഡയറക്റ്റ് ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. പിന്നെ പെർമിഷൻ ചെക്ക് റീഡയറക്റ്റഡ് ഇഷ്യൂ. ഇത് രണ്ടുമാണ് നമ്മളെ ഇഷ്യൂ. ഒന്നാമത്തെ ഇഷ്യൂ എനിക്ക് മനസ്സിലായില്ല. ഫോം നോട്ട് ബൗണ്ട് ടു റിക്വസ്റ്റഡ് ഡേറ്റ. യു ആർ ഇനീഷ്യലൈസിംഗ് കംപ്ലൈന്റ് ഫോം വിതൗട്ട് പാസിംഗ് request.post and request.files. So it will always be empty. എന്താ ഇവിടെ ചെയ്ത് നോക്കട്ടെ. സോ ഇവർ ആദ്യം ചെയ്തത് നമ്മൾ കൊടുത്ത പോലെ if not request dot user super user return redirect home permission denied കൊടുത്തു. പിന്നെ if request dot method equal to post, if request dot method equal to post, form equal to complaint അല്ല, okay, form equal to complaint form request post അല്ലെങ്കിൽ request files bind from requesting data. Okay, ബാക്കി if form is valid, complaint equal to form dot save, commit false, complaint dot save, return redirect ഈ സാധനമാണ്. ഓക്കെ, else complaint form context form. ഓക്കെ, ഇവിടെ ഈ ഒരു ലൈനാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇത് മാറ്റിയാ വരുന്നുണ്ടോ. request method equal to post form dot complaint form request dot post and request dot files. പോസ്റ്റിനെയും ഫയൽസിനെയും റിക്വസ്റ്റ് ചെയ്യണം. ബട്ട് വൈ? നോക്കാം, സാധനം വരുന്നുണ്ടോ നോക്കാം. സബ്മിറ്റ് ചെയ്തു, കംപ്ലൈൻസിൽ പോയി നോക്കി, നോ രക്ഷ. വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഇനി ഒരു സെക്കൻഡ്, ഫുള്ള് കോപ്പി ചെയ്തിട്ട് വിട്ടു നോക്കാം.
നോ. ഓക്കെ, ഇവിടെ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്, എൻ്റർ വാലിഡ് ഡേറ്റ് ഓർ ടൈം എന്ന് പറഞ്ഞിട്ട്. മേ ബി അതായിരിക്കും ഇഷ്യൂ. നമുക്ക് അതിനെ ഒന്ന് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ നോക്കാം. സോ ഡേറ്റ് ആൻഡ് ടൈമിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കാൻ പറ്റുന്നത് മോഡൽ സ്റ്റാർ പി വൈയിൽ വന്നു. ഇവിടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് മോഡൽ സ്റ്റാർ ഡേറ്റ് ടൈം ഫീൽഡ് ആണ്. സോ ഡേറ്റ് ടൈം ഫീൽഡ് എന്ന് പറയുന്നവൻ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിന് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ആദ്യമേ ഇവിടെ നമ്മളെ ഫോംസ് ഡോട്ട് പി വൈയിലേക്ക് വന്നു. മേ ബി അത് ഈ എറർ ഫിക്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോമിൽ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. ഇതിനകത്ത് പ്രോപ്പർ ടാഗ്സ് കാര്യങ്ങൾ, ഈ എറർ ഫിക്സ് ആവണമെങ്കിൽ. ഈ എറർ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഈ ഫോം അപ്ഡേറ്റ് ആവും. ഈ ഫോം അപ്ഡേറ്റ് ആവാത്തതിന്റെ കാരണം ഈ എററാണ്. ഇവിടെ എറർ വന്നതും കൊണ്ട് ഫോം പറയുന്നതാണ് മോനെ ആയിട്ടില്ല, എന്തോ സീൻ ഉണ്ട്, നോക്കാം നമുക്ക്. ഓക്കെ, സോ അതിനു വേണ്ടി ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഞാൻ എൻ്റെ ഫോംസ് ഡോട്ട് പി വൈയിലോട്ട് വരാൻ പോവാം. എന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാ. ഇത് ശ്രദ്ധിക്കുക, നമ്മൾ ഫോം സ്റ്റൈൽ ചെയ്യുന്നത് ഇനി HTML അല്ല, HTML ഇതിനകത്തല്ല നമ്മൾ ഫോം സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഫോംസ് ഡോട്ട് പി വൈയിൽ വന്നിട്ടാണ് നമ്മളെ ഫോമിന് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്ന കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളുമാണ്, ബൂട്ട് സ്ട്രാപ്പിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളുമാണ്. സോ ഫസ്റ്റ് ഞാനിവിടെ ലേബൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അത് എവിടെ ഉള്ളതാ, HTML-നകത്ത് നമ്മൾ ലേബൽസ്, അതായത് ഇതിനെയാണ് ലേബൽസ് എന്ന് വിളിക്കുന്നത്. ഈ കസ്റ്റമർ എന്ന് പറയുന്നില്ലേ, ഇതിനാണ് ലേബൽസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ലേബൽസിനകത്ത് ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് കസ്റ്റമർ, അതായത് ഈ മോഡൽസ് എവിടെ, മോഡൽസ് കസ്റ്റമർ, കോപ്പി കസ്റ്റമർ. ഈ കസ്റ്റമറിന്റെ കേൾക്കുന്നുണ്ടോ, ക്ലാസ് എന്താ അവസ്ഥ പറഞ്ഞ പോലെ? ആ ഓക്കെ ഓക്കെ ഓക്കെ. കസ്റ്റമർ എന്ന് പറയുന്ന സംഭവം കസ്റ്റമർ, ഇവിടെ ഈ കസ്റ്റമർ നെയിം എന്നാണ് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കസ്റ്റമർ കോളൻ കസ്റ്റമർ നെയിം, സ്മോൾ മതി, നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് അടുത്ത എന്തോ അടിച്ചു കിടക്കുന്നുണ്ട് ഇവിടെ. സെർവർ റണ്ണായി, സേവ് ചെയ്യുന്നു, സെർവർ റണ്ണായി. ഓക്കെ, ഇതാ ഇവിടെ മാറിയിട്ടുണ്ട്, കസ്റ്റമർ നെയിം ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ അടുത്തവൻ എടുക്കും, മോഡലിലേക്ക് പോവും, കസ്റ്റമർ കഴിഞ്ഞ ഐറ്റം ഉണ്ട്, ഐറ്റത്തിനെ എടുത്തിട്ട് ഞാൻ ഇവിടെ കോമ ഇടും, എൻ്റർ അടിക്കും, ഐറ്റത്തിനെ ഇടും, എന്നിട്ട് അവന് അടുത്ത പേര് കൊടുക്കും, ഐറ്റം. ഇതുപോലെ എന്താ പറയണേ, ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുക, ഈ മോഡൽസിനകത്ത് പോയിട്ട് ഇതിനെ മുഴുവൻ എടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ChatGPT യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റ AI യൂസ് ചെയ്യുക, ഏതെങ്കിലും AI യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും, ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ട് ഇവിടെ വരും, എന്നിട്ട് ഇവിടെ ഇത് കോപ്പി ചെയ്യും, ഇവിടെ ഇട്ട് കൊടുക്കും, കംപ്ലീറ്റ് ദ ഫോളോയിങ് ആസ് പെർ, അല്ല, കംപ്ലീറ്റ് ദ ലേബൽ ആസ് പെർ മോഡൽ. ആ ഡിക്ഷണറി മൂപ്പര് കംപ്ലീറ്റ് ചെയ്യും, ഞാൻ കോപ്പി ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പുള്ളി അത് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി. അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിടുക. അപ്പം നമുക്ക് നമ്മളെ ലേബൽസ് കിട്ടിയിട്ടുണ്ട്. ഇവനെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ, ഇവൻ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ അവൻ പൊട്ടിച്ചു. ഇങ്ങനെ എഴുതുന്നതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ പിന്നെ ഒരു വൃത്തിക്ക് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കുമാരനെ ഇങ്ങോട്ട് തള്ളണം. നടക്കട്ടെ. ഇനി ഞാനിത് സേവ് ചെയ്യുന്നു. ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് എൻ്റെ ഇവനെ ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ പേരൊക്കെ മാറിയിട്ടുണ്ട്, ഒരു ക്യാപിറ്റലൊക്കെ വന്ന് അത്യാവശ്യം ലേബലിംഗ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്തതിന് നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്യില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്നത് വിജറ്റ്സ് എന്നാണ്. എന്താ വിളിക്കുന്നത്, വിജറ്റ്സ് എന്നാണ്. സോ വിജറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ താഴെ പോന്നിട്ട് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാണ്. ഇവിടെയാണോ നമ്മൾ ലേബൽ, അല്ല, ലേബൽസ് ഇവിടെയാണുള്ളത്. സോ ഇവിടെ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാണ്, വിജറ്റ്സ്, WIDGETS, വിജറ്റ്സ്.
വിജറ്റ്സ് എന്ന് പറഞ്ഞ ആഡ് ചെയ്യുക. ഇതും ഒരു ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറിക്കകത്ത് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് ആരാ? കസ്റ്റമർ അല്ലേ? കസ്റ്റമറിനെ എടുക്കുന്നു, ഇവിടെ വെക്കുന്നു. ഇത് കസ്റ്റമറിനെ ഡബിൾ കോട്ട്സിലാക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു കോളൻ ഫോംസ് ഡോട്ട് കസ്റ്റമർ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ട അല്ലേ? ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ സിലക്ട് ഫീൽഡ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുകയാണ്. ഫോംസ് ഡോട്ട് അല്ല, ഫോം ഡോട്ട്. ഫോം ഡോട്ട് ആണോ ഫോംസ് ഡോട്ട് ആണോ? ഫോംസ് ഡോട്ട്. ഓക്കെ. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ഫോംസ്. ഓക്കെ. ഫോംസ് ഡോട്ട് സിലക്ട് മൾട്ടിപ്പിൾ സിലക്ട് മതി. സിലക്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കുക. എന്തിന്റെ ആട്രിബ്യൂട്ട്സ്? നമ്മൾ HTML-ന്റെ ക്ലാസ് ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കുക. സോ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ആട്രിബ്യൂട്ട്സ് ആണ് എന്ന് പറഞ്ഞു കൊടുത്തു. ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ്. എന്താണ് നമുക്ക് ആട്രിബ്യൂട്ട് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ ഡിക്ഷണറിക്കകത്താണ് നമ്മൾ ആഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പറയുന്നു ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ആണ്. ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ഫോമിന്റെ ബൂട്ട്സ്ട്രാപ്പ് ക്ലാസ് ഫോം കൺട്രോൾ ഫോം കൺട്രോൾ എന്നാണ് ആ ക്ലാസിന്റെ പേര്. സോ ഇവിടെ ഒരു കോമ ഇടുന്നു. അതുപോലെ നമ്മൾ നോക്കാം നമുക്ക് വന്നോ. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എറർ അടിച്ച് കിടക്കുകയാണ്. അപ്പ് ആരോ. ഓക്കെ, കണ്ടോ? ഇപ്പം ഈ ഒരു വലിയ ഫീൽഡ് വന്നു. മുകളിൽ നമുക്ക് കസ്റ്റമർ നെയിം വന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം, ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബൂട്ട്സ്ട്രാപ്പ് ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം, കണ്ടോ? ക്ലാസ് ഫോം കൺട്രോൾ നെയിം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. റിക്വയർഡ് ഐ ഡി കസ്റ്റമർ എന്നൊരു ഐഡിയും, സോറി റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അത് ഫോമിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ID എന്ന് പറയുന്നതിനകത്ത് ഓൾറെഡി ഒരു ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. ID അണ്ടർസ്കോർ കസ്റ്റമർ ഒന്നും നമ്മൾ ചെയ്തതല്ല, ഇത് ജാങ്കോ ചെയ്ത് തന്നെയാണ്. റിക്വയർഡ് ID ഒക്കെ ബാക്കി സംഭവങ്ങൾ നമ്മൾ ചെയ്തതാണ്. ലൈക്ക് എന്താ പറയണേ, ഈ ഫോം കൺട്രോൾ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന ക്ലാസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ് കൊടുത്തു നോക്കാം. അതിന്റെ സ്റ്റൈൽ നമ്മൾ style.css ആഡ് ആക്കിയാൽ മതി. ഇതുപോലെ എനിക്ക് എന്താ ഇനി ഐറ്റം കൂടെ വേണം. ഐറ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഐറ്റം എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാം, ഒരു പ്ലേസ് ഹോൾഡറും കൂടെ ആഡ് ചെയ്യാം. സോ പ്ലേസ് ഹോൾഡർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമ ഇടുന്നു. അടുത്ത ആട്രിബ്യൂട്ടിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു. പ്ലേസ് ഹോൾഡർ എന്നാണ് അടുത്ത ആട്രിബ്യൂട്ടിന്റെ പേര്. പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നവൻ എന്താണ്? സിലക്ട് CLECT സിലക്ട് എ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സേവ് ചെയ്യുന്നു. സോ ഞാൻ തിരിച്ചു വന്നു റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതിപ്പോൾ ലിസ്റ്റ് ആയതുകൊണ്ടാണ് അതിനകത്ത് വരാത്ത കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടേക്കാണെങ്കിൽ വരുമായിരുന്നു. ഇതുപോലെ എനിക്ക് ബാക്കിയും വേണം. സോ ഞാൻ ഇവിടെ ഈ വിജറ്റ് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, മറ്റവന് കൊടുക്കുന്നു. അവനോട് പറയുന്നു ഓൾസോ പ്ലീസ് ക്രിയേറ്റ് വിഡ്ജറ്റ്സ് ലൈക്ക് ബിലോ എന്ന് പറഞ്ഞിട്ട് ഒന്നിന്റെ എക്സാമ്പിൾ ഇട്ട് കൊടുക്കും. ബാക്കി വിജറ്റ്സ് ഒക്കെ അവൻ ക്രിയേറ്റ് ചെയ്ത് തരും. ഞാൻ കുത്തിരുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പീറ്റേഷൻ ഓഫ് വർക്കൊക്കെ പുള്ളിക്ക് കൊടുക്കുക, പുള്ളി ചെയ്ത് തരും. കണ്ടോ? മറ്റേത് ഞാൻ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം ടൈപ്പ് ചെയ്യാൻ നോക്കുക. എനിക്ക് ഇത് ബോറടിച്ചത് കൊണ്ടാണ് ഈ സാധനം ഞാൻ ഇങ്ങനെ ചെയ്യണേ. കോപ്പി ചെയ്യുക, എടുത്ത് ഇവിടേക്ക് ഇടുക. ഈ സാധനം പിന്നെ ഇങ്ങോട്ടേക്ക് പോയി. കാരണം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ഏതൊക്കെ ക്ലാസ് ആണ് എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് പഠിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് പഠിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ChatGPT-നകത്ത് ഇതുമാതിരി ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാണ്ട് ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എറേഴ്സ് കാണും, അത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് പഠിക്കുക. പിന്നെ കുറെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഓക്കെ ഇത് എനിക്കറിയാം, ഇവിടെ ഹോം കൺട്രോളാ വരേണ്ടത്, ഇതൊക്കെയാ വരേണ്ടത്. ഇപ്പൊ ഞാൻ ഇതിരുന്ന് ടൈപ്പ് ചെയ്യാൻ നിൽക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ മാറി. ഐറ്റം റീമാർക്സിന്റെ അവിടെ സെലക്ട് അല്ല വന്നത്, ടെക്സ്റ്റ് ഏരിയ വന്നത്. നമ്മൾ ഇവിടെ മോഡൽസിൽ കൊടുത്തിട്ടുള്ള എന്തായിരുന്നു? ഐറ്റം റീമാർക്സിൽ ടെക്സ്റ്റ് ഫീൽഡ് ആണ്. അത് ഡാറ്റാബേസിലേക്കുള്ളതാണ്. HTML-ലേക്ക് വരുമ്പോൾ എന്താവും? ടെക്സ്റ്റ് ഏരിയ ആവും.
അപ്പൊ അങ്ങനെ ദാ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ഇൻപുട്ട് ആണ് വരുന്നത്, ഇൻപുട്ട് ഫീൽഡാണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണം എന്താ പറയണേ ടെക്സ്റ്റ് ബോക്സ് ആണ്, ഒരെണ്ണം ഇൻപുട്ട് ഫീൽഡ് ആണ്, ചെക്ക് ബോക്സസ് വരുന്നുണ്ട്. നമ്മുടെ ഡേറ്റിന്റെ അവിടെ എറർ അടിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ ഇൻപുട്ട് ഫീൽഡിന്റെ ടൈപ്പ് മാറി, ഡേറ്റ് ടൈം ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫീൽഡായി. അപ്പം ജാങ്കോന് വേണ്ട പോലെ അവിടെ എന്ത് കിട്ടും, ഡേറ്റും ടൈമും കിട്ടും. സോ ഞാൻ ഇവിടെ വരുന്നു, ഇത് റിഫ്രഷ് ചെയ്യുന്നു, കാര്യങ്ങൾ മൊത്തം മാറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്രദീപിനെ സെലക്ട് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഉണ്ടെന്ന് കൊടുക്കുന്നു, എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നു, ഡിസ്ക്രിപ്ഷൻ, പ്ലേസ്, റോഡ്, ഫോൺ നമ്പർ, പിക്കപ്പ് പോയിന്റ്, എന്താ കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കാം അല്ലേ, അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ആക്ച്വലി സിലക്ട് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആൻഡ് ടൈം വന്നെങ്കിലും ഡേറ്റ് ടൈം ഇൻപുട്ട് ഫീൽഡ് വന്നു, ഫോം കൺട്രോൾ, ഡേറ്റ് ടൈം പിക്കർ, പ്ലേസ് ഹോൾഡർ, സിലക്ട് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, പക്ഷേ ഇവിടെ അടുത്ത പ്രശ്നം കിടക്കുന്നത് ഇതിന്റെ ഫീൽഡ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഡേറ്റ് ടൈം ഇൻപുട്ട്, ഡേറ്റ് ടൈം ഇൻപുട്ട്, ആട്രിബ്യൂട്ട്സ്, ഫോം കൺട്രോൾ, ടൈപ്പ്, ആട്രിബ്യൂട്ട്സ് എന്താ കൊടുത്തേ, ക്ലാസ്സിൽ ഫോം കൺട്രോൾ, ഡേറ്റ് ടൈം പിക്കപ്പ്. ഇത് വേണമെന്നില്ല, പകരം നമുക്കൊരു ടൈപ്പ് ആഡ് ചെയ്യാം. ടൈപ്പ് കോളൻ ഡേറ്റ് ടൈം ലോക്കലിനാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം, റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഇവിടെ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് അപ്പോയിന്റ്മെന്റ് ഡേറ്റ് നമ്മളായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തിരിച്ചു വരാം, ഒന്നുകൂടെ ഫസ്റ്റ് തൊട്ട്, പ്രദീപ്, കമ്പ്യൂട്ടർ, കാര്യങ്ങൾ കൊടുത്തു, പ്ലേസ്, റോഡ്, ലാൻഡ്മാർക്ക്, ഫോൺ നമ്പർ, പിക്കപ്പ് പോയിന്റ്. ഇത് ഞാൻ ഇപ്പോൾ 2 ഡേ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ഇന്ന് ഇത്ര മണിക്ക് അയാൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. വേണമെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോകാം. അയാൾ 9 മണിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സമയം 10:50 അതുകൊണ്ടാണ് ഇവിടെ 10:50 കാണുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിൽ കാണാം. 9 മണിക്ക് അയാൾ വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ചു, 9 മണി AM അയാൾ വിളിച്ചു പറഞ്ഞു, അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അസൈൻഡ് ടു അഡ്മിൻ, അല്ല നസ്മ, ഔട്ട്സോഴ്സ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി നസ്മയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്തായി, പ്രദീപിന്റെ പേരിൽ പുതിയ കംപ്ലൈന്റ് നസ്മയ്ക്ക് അസൈൻ ആയിട്ടുണ്ട്. ബാക്കി ആ ടേബിളിൽ അസൈൻ ചെയ്യേണ്ട ചുമതല നസ്മേന്റെയാണ്. സോ അത് നസ്മ ചെയ്യേണ്ടത് എപ്പോഴാണ്, നസ്മ എവിടെ കിടക്കണേ, നസ്മ കിടക്കുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജിലാണ്. തുറന്നു വെച്ചേക്കാം. നസ്മ വന്ന സമയത്ത് നസ്മക്ക് ഈ കംപ്ലൈൻസ് സെക്ഷൻ കാണാൻ പറ്റില്ല കേട്ടോ, നമ്മൾ അത് ഹൈഡ് ചെയ്യും. പിന്നെ നസ്മക്ക് മൈ കംപ്ലൈൻസ് സെക്ഷൻ ഉണ്ടാവും, അത് മാത്രമേ നസ്മക്ക് കാണാൻ പറ്റുള്ളൂ. സോ നസ്മ വന്നു നോക്കുന്ന സമയത്ത് ഇവിടെ നസ്മന്റെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നസ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നസ്മയ്ക്ക് വന്ന കംപ്ലൈന്റ് നസ്മയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളുടെ അടുത്ത പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു സെക്ഷൻ അപ്ഡേറ്റ്, ക്രിയേറ്റ് കംപ്ലൈന്റ് എന്നുള്ള സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഫോംസ് ഡോട്ട് പി വൈ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ വ്യൂസ് ഡോട്ട് പി വൈയിൽ എങ്ങനെയാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു, ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫോമിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫോംസ് ഡോട്ട് പി വൈയിൽ ഞാൻ പിന്നെയും പറയട്ടെ, നമ്മൾ HTML-ന്റെ അകത്തല്ല നമ്മൾ ടാഗ്സ് കൊടുക്കുന്നത്, നമ്മൾ ഫോംസിനകത്താണ് ടാഗ്സ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ചില വള്ളികൾ കിട്ടും. ആ വള്ളികൾ കിട്ടി, ഇപ്പൊ ഈ ഡേറ്റ് ടൈം ലോക്കലാണ് ഇഷ്യൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരിക. ഇവിടെ നിന്ന് പിന്നെ ഈ ഡേറ്റ് ടൈം ലോക്കൽ ഇല്ല എന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് ഞാൻ തൽക്കാലം കട്ട് ചെയ്ത് പിടിക്കാം, സേവ് ചെയ്തു. ഇതില്ലാന്ന് വിചാരിച്ചു, ഞാൻ റിഫ്രഷ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഡേറ്റ് ടൈം ലോക്കൽ, ഇവിടെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആൻഡ് ടൈം ചോദിക്കുന്നുണ്ട്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ ഇവിടെ എനിക്ക് മറ്റേ സാധനം വരുന്നില്ല, മറ്റേ ആ ഡേറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണ്. ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്, നെയിം ഉണ്ട്, ക്ലാസ് ഉണ്ട്, പ്ലേസ് ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് ആസ് HTML കൊടുക്കുന്നു. ഇത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ഡേറ്റ് ടൈം ലോക്കൽ ആണ് എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
കണ്ടോ? ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു, കോമേൻ്റെ ആവശ്യമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇവിടെ ഈക്വൽ ടു ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഡേറ്റ് ടൈം ലോക്കലിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൺട്രോൾ സ്പേസ് അടിക്കുക, വന്നിട്ടുണ്ടാവും ഡേറ്റ് ടൈം ലോക്കൽ. കണ്ടോ? അത് കൊടുത്തു. ഇനി ഞാൻ അത് മിനിമൈസ് ചെയ്തു. ഓക്കെ, ഇത് മിനിമൈസ് ചെയ്യില്ല, ഞാൻ പുറത്ത് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഞാൻ മിനിമൈസ് ചെയ്തു. ഇവിടെ വന്നിട്ടില്ലല്ലോ. ഓക്കെ, അതെന്തോ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വരാത്ത തോന്നുന്നു. നോക്കാം നമുക്ക്. അപ്പോയിൻമെന്റ് ഡേറ്റ് ഇവിടെ വന്നിട്ടില്ലല്ലോ അവസാനം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് ആസ് HTML കൊടുക്കുന്നു, ടൈപ്പ് ഈക്വൽ ടു ഡേറ്റ് ടൈം ലോക്കൽ, ഡേറ്റ് ടൈം ലോക്കൽ, എൻ്റർ. പുറത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ടൈപ്പ് വന്നോ? അപ്പോൾ ഇവിടെ അങ്ങനെ അപ്ഡേറ്റ് ആവുന്നില്ല, എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനം വന്നു കഴിഞ്ഞാലാണ് ഇവിടെ എന്താ പറയണേ, ആ ഒരു വിജറ്റ് ഇവിടെ ലോഡ് ആവുകയെന്ന് നമുക്കറിയാം. ആ അറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വിജറ്റ് നമ്മൾ എങ്ങനെ ഇതിൽ കൊടുക്കും? പൈത്തണിൽ ആണ് നമ്മളിവിടെ ഡേറ്റ് ടൈം ലോക്കൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ക്ലാസ് ടൈപ്പ് കണ്ടോ, ഡേറ്റ് ടൈം ലോക്കൽ എന്ന് പറഞ്ഞിട്ട് ആഡ് ആയിട്ടുണ്ട്. സോ ഈ ടൈപ്പ് ഇവിടെ ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിജറ്റ് ഇങ്ങനെ വരും. അത് HTML ആണ്. HTML നമ്മൾ പൈത്തണിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഡിക്ഷണറി ആയിട്ടാണ് കൊടുക്കുക. HTML നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ് ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. സോറി, ക്ലാസ് അല്ല, ടൈപ്പ് അതിന്റെ വാല്യൂ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ക്ലാസ് ആട്രിബ്യൂട്ട് വാല്യൂ ഒക്കെ. ഓക്കെ, ഫൈൻ. അപ്പൊ അതാണ് അവിടെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന പ്രശ്നം. ഇത് അപ്ഡേറ്റ് ആവാത്ത പ്രോപ്പർ ആയിട്ട് ഈ ഒരു വാല്യൂ ഡാറ്റാബേസിലേക്ക്, കാരണം ഡാറ്റാബേസിൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തേ, മോഡൽ എന്താ പറഞ്ഞു കൊടുത്തേ, നമ്മൾ പറഞ്ഞു കൊടുത്തത് അപ്പോയിൻമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്ത് ഫീൽഡാണ്? ഡേറ്റ് ടൈം ഫീൽഡാണ്. സോ ഡേറ്റ് ടൈം ഫീൽഡ് മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഫ്രണ്ട് എൻഡിൽ ഡേറ്റ് ടൈം ഫീൽഡ് കൊടുത്താൽ അത് മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടായിരുന്നു നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ആ ഫോം അപ്ഡേറ്റ് ആവാം. അതിന് എനിക്ക് ഒരു ഡൗട്ട് എനിക്ക് സ്വയം തീർക്കാനുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. അതായത് ഈ ഒരു സംഭവം, കാരണം ഇത് മുന്നേ ഞാൻ ചെയ്തിരുന്നില്ല. എന്താ അതിന്റെ വ്യത്യാസം നമുക്ക് നോക്കണം. ഇത് റിഫ്രഷ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ പ്രദീപിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായി കൊടുക്കുകയാണ്. പ്രദീപിന് ഫുള്ള് പ്രശ്നങ്ങളാണ്. ടൈമും കൊടുത്തു, ഔട്ട്സോഴ്സ്. ഇതിപ്പോ നമ്മൾ ഔട്ട്സോഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സബ്മിറ്റ് എന്താണ് പറയണേ, ആ ഫോം സബ്മിറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇവിടെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എവിടെയും. കുഴപ്പമില്ല, ഇത് വേണം, ഇതുണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. ബൈൻഡ് ഫോം ടു റിക്വസ്റ്റ് ഡാറ്റയിലേക്ക് ആ ഫോമിനെ ബൈൻഡ് ചെയ്യണം, എന്നാലേ വർക്ക് ആവുള്ളൂ. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. മൂന്നാമത്തെ കംപ്ലൈന്റ് നസ്മക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ. കുറച്ച് ലെങ്തി ആയിട്ട് നമ്മൾ പറഞ്ഞു പോയ സെക്ഷൻ ആണ്. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവാത്തതുണ്ടാവും. നിങ്ങൾ ചെയ്തു നോക്കുമ്പോഴാണ് ഒന്നും കൂടെ മനസ്സിലാവുക. എന്നാലും എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും വലിയ ഇഷ്യൂസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അപ്ഡേറ്റ് ഡിലീറ്റിലേക്ക് പോകേണ്ടതാണ് ഉടനെ. ബ്രേക്ക് വേണോ? 10-15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇതാക്കാം ഇനി അടുത്ത സെക്ഷൻ. ഓക്കെ, എന്നൊരു സമയം എന്തായി? 1:30 ഇവിടെ. ഫുഡ് കഴിച്ചിട്ട് 2 മണിക്ക് തുടങ്ങാം. ഫുഡ് കഴിച്ചു വന്നു. ശരി, എന്നാൽ ഫുഡ് വെച്ചിട്ട് നമുക്ക് സെയിം ലിങ്കിൽ കയറാം. ഞാൻ തൽക്കാലം ഇറങ്ങാണ്. എന്നിട്ട് നമുക്ക് അപ്ഡേറ്റും ഡിലീറ്റും കൂടെ പറഞ്ഞ ആ സെക്ഷൻ ഓക്കെ ആയി. നമ്മൾ പെർമിഷൻസ് പഠിച്ചു. മെയിൻ അപ്ഡേറ്റ് ക്രെഡ് അല്ല മെയിൻ, ക്രെഡ് മെയിൻ ആണ്, അല്ലാന്ന് അറിയില്ല. പക്ഷെ ഇതേമാതിരി ട്രബിൾ കിട്ടുമ്പോൾ ട്രബിൾ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണേ പ്രാക്ടീസ് ചെയ്യേണ്ടത്.
അതുപോലെ ഈ പെർമിഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ജാങ്കോ അത്രയേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി വേറെ ഏത് ഫ്രെയിം വർക്ക് വെച്ച് നോക്കുമ്പോഴും നമുക്ക് മിക്ക സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങോട്ട് വിളിച്ചെടുക്കാൻ വേണ്ടി പഠിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. ശരി എന്നാൽ. ഓക്കെ.